നമസ്കാരം, ന്യൂസ് നൈറ്റിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ തുടർ നടപടി ചർച്ച ചെയ്യാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ആലുവയിൽ ചേരുകയാണ്. ഇതിനിടെ പൾസർ സുനി ജയിലിൽ നിന്നും ഫോൺ ചെയ്യുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇൻഫോ പാർക്ക് സിഐയുടെ നേതൃത്വത്തിലുള്ള സംഘം ജയിലിൽ നടത്തിയ പരിശോധനയിലാണ് ദൃശ്യങ്ങൾ ലഭിച്ചത്. സഹിൻ ആന്റണി ആലുവ പോലീസ് ക്ലബിൽ നിന്നും. സഹിൻ, ഇപ്പോഴത്തെ ചോദ്യം ചെയ്യൽ ഇപ്പോഴത്തെ കൂടിയാലോചനകൾ ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത്? എന്തിനാണ് ഇങ്ങനൊരു അടിയന്തര കൂടിയാലോചന? ഇപ്പോൾ യോഗം ആരംഭിച്ചിരിക്കുകയാണ്. അതായത് അടിയന്തര യോഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് യോഗം ചേരുന്നത്. അദ്ദേഹം ദിനേന്ദ്ര കശ്യപ് എറണാകുളത്ത് എത്തിയതിനു ശേഷം ആദ്യത്തെ ഒരു യോഗമാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രാധാന്യവും ഈ യോഗത്തിനുണ്ട്. എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണ സംഘത്തിലെ മുഴുവൻ അംഗങ്ങളും ഇവിടെ എത്തിയിരിക്കുന്നു. ADGP B സന്ധ്യ ഒഴിച്ചു മറ്റ് സംഘാംഗങ്ങൾ എല്ലാവരും തന്നെ എത്തിയിരിക്കുന്നു. അല്പനേരം മുമ്പാണ് യോഗം ആരംഭിച്ചത്. ഈ യോഗം അതിന്റെ യോഗത്തിൽ ഇന്ന് നിരവധി കാര്യങ്ങൾ ഇവർക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഒന്നാമത്തെ കാര്യം, ദിലീപ്, നാദിർഷ തുടങ്ങിയവരെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. അത് എത്തരത്തിലാണ് ഈ ചോദ്യം ചെയ്യൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ കാവ്യമാധവന്റെ അമ്മയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അക്കാര്യം പോലീസിന് ആ കാര്യം എത്തരത്തിലയക്കുന്ന മാത്രത്തിലുള്ള ഒരു ചർച്ച കൂടുതൽ അറസ്റ്റിന് വേണ്ടിയുള്ള കൂടിയാലോചനകളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് സഹിൻ ആന്റണി ആലുവ പോലീസ് ക്ലബിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. IG ദിനേന്ദ്ര കശ്യപ് അല്പസമയത്തിന് മുമ്പ് പോലീസ് ക്ലബിലെത്തി. അതിൻ്റെ വിശദാംശങ്ങളായിരുന്നു സഹിൻ ആന്റണി നൽകുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ കൂടുതൽ പേരുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകും എന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അറസ്റ്റ് അനിവാര്യമായി എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അന്വേഷണം നിർണായക ഘട്ടത്തിലേക്കാണെന്ന് DGP ലോക്നാഥ് ബെഹ്റ റിപ്പോർട്ടറിനോട് പറഞ്ഞു. കേസിലെ ഗൂഢാലോചനയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നതെന്ന് ADGP B സന്ധ്യയും അറിയിച്ചു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അറസ്റ്റ് അനിവാര്യമായ ഘട്ടത്തിലാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം. പൾസർ സുനിയുടെ ഫോൺ വിളികളുടെ ശബ്ദരേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് വേണമെന്ന നിലപാടിൽ പ്രത്യേക അന്വേഷണ സംഘം എത്തിയത്. അതേസമയം അന്വേഷണം നിർണായകമായ ഘട്ടത്തിലാണെന്ന് DGP ലോക്നാഥ് ബെഹ്റ റിപ്പോർട്ടറോട് പ്രതികരിച്ചു. അതെ സാറേ, അവസാന ഘട്ടത്തിൽ തന്നെയാണോ അന്വേഷണം സാറിന്റെ നിലവിലിരുത്തൽ? അങ്ങനെ പറയാൻ പറ്റില്ല. ലാസ്റ്റിൽ നമുക്ക് കിട്ടിയ എവിഡൻസ് കിട്ടിയ ശേഷം മാത്രം അവസാനമാവുള്ളൂ. ചിലപ്പോൾ ഇന്നാവും, നാളെ ആവും, സമയം പിടിക്കും. നമ്മളിവിടെ ക്രൂഷ്യൽ സ്റ്റേജിലാണോ ഇപ്പോൾ, അത്രേ ഉള്ളൂ. സംഭവത്തിന് പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചനയാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നതെന്ന് പ്രത്യേക അന്വേഷണ സംഘം മേധാവി ADGP B സന്ധ്യയും പറഞ്ഞു. ഇപ്പോൾ അന്വേഷിക്കുന്നത് കോൺസ്പിറസി ആംഗിൾ ആണല്ലോ. മെയിൻ കേസിന്റെ ചാർജ് ഷീറ്റ് നേരത്തെ കൊടുത്തു കഴിഞ്ഞതാണ്. ആവശ്യമെങ്കിൽ അന്വേഷണ സംഘം വിപുലീകരിക്കും. അന്വേഷണം ശരിയായ ദിശയിലാണെന്നും സന്ധ്യ വ്യക്തമാക്കി. സംഭവത്തിൽ ഏത് വമ്പൻ സ്രാവുകൾ പ്രതിയായാലും പിടികൂടുമെന്ന് ആലുവ റൂറൽ SP AV ജോർജും റിപ്പോർട്ടറോട് പറഞ്ഞു. പൾസർ സുനിയുടെ രഹസ്യമൊഴി വീണ്ടും എടുക്കുമെന്നാണ് സൂചന. നടിയെ ശാരീരികമായി ഉപദ്രവിക്കുന്ന ദൃശ്യങ്ങൾ ഫോറൻസിക് പരിശോധനയിലും തെളിഞ്ഞ സാഹചര്യത്തിലാണ് സുനിയുടെ മൊഴി വീണ്ടും എടുക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ അന്വേഷണ സംഘം ഇതിനോടകം തന്നെ നിയമോപദേശവും തേടുന്നുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ തിരുവനന്തപുരം. ഈ മാസം 18-ാം തീയതി വരെ പൾസർ സുനിയെ റിമാൻഡ് ചെയ്തു. നടിയെ ആക്രമിക്കാൻ താൻ വമ്പൻ സ്രാവുകൾക്ക് ഒപ്പമായിരുന്നുവെന്ന് പൾസർ സുനി കോടതിയിലെത്തിയപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ജയിലിന് പുറത്ത് സുനിക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ ജാമ്യാപേക്ഷ സമർപ്പിച്ചില്ല. കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും രാവിലെ 10:30ഓടെയാണ് പൾസർ സുനിയെ അങ്കമാലി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. സുനിക്ക് പുറമെ കേസിൽ പിടിയിലായ വിജേഷ് അടക്കമുള്ള മറ്റ് 5 പ്രതികളെയും പോലീസ് കൊണ്ടുവന്നു. ഇവരുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചിരുന്നു. സുനി മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഒഴിവാക്കാൻ കോടതിയോട് ചേർത്താണ് പോലീസ് വാഹനം നിർത്തിയത്. നടിയെ ആക്രമിക്കാൻ വമ്പൻ സ്രാവുകൾക്കൊപ്പമാണ് താൻ നിന്നതെന്ന് സുനി പറഞ്ഞു. നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച കേസ് 11:10ഓടെ കോടതി പരിഗണിച്ചു. ഇതിനിടയിൽ അഭിഭാഷകരെ മാറ്റണമെന്നാവശ്യപ്പെട്ട് സുനി കോടതിയിൽ അപേക്ഷ നൽകിയിരുന്നു. തുടർന്ന് കോടതിയിൽ വെച്ച് അഭിഭാഷകനായ ആളൂർ സുനിയുടെ വക്കാലത്ത് ഏറ്റെടുത്തു. ഇതിനുശേഷം സുനിയെ പോലീസ് മർദ്ദിച്ച പരാതിയിൽ ആലുവ സർക്കാർ ആശുപത്രിയിലെ ഡോക്ടറെ വിസ്തരിക്കുകയും ചെയ്തു. പൾസർ സുനിയുടെ കഴുത്തിലും വയറിലും ജനനേന്ദ്രിയത്തിലും പോലീസ് മർദ്ദിച്ചതായി ആളൂർ കോടതിയെ അറിയിച്ചു. എന്നാൽ ഒരു തവണ മാത്രമാണ് താൻ സുനിക്ക് വേദന സംഹാരികൾ നൽകിയിട്ടുള്ളതെന്നും സുനിയുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നില്ലെന്നും ഡോക്ടർ കോടതിയിൽ പറഞ്ഞു. പിന്നീട് 18-ാം തീയതി വരെ സുനിയെ കോടതി റിമാൻഡ് ചെയ്തു. എന്നാൽ ജയിലിന് പുറത്ത് സുരക്ഷാ ഭീഷണി ഭയന്ന് പൾസർ സുനി ജാമ്യാപേക്ഷ നൽകിയില്ലെന്ന് ആളൂർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. പലർക്കുമെതിരെ അന്വേഷണം നടക്കുന്നു, പലരുടെയും പേരുകൾ വെളിപ്പെട്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ പ്രതിക്ക് വല്ല അത്യാപത്തും സംഭവിക്കാൻ ഇടയുണ്ട് എന്ന് കണക്കുകൂട്ടിയാണ് ഈ അപേക്ഷ ഈ ഒരു സാഹചര്യം നൽകാതിരുന്നത്. 18-ാം തീയതിക്ക് ശേഷം കേസിന്റെ വിസ്താരം എറണാകുളം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് മാറ്റും. തനിക്ക് വേണ്ടി ജാമ്യാപേക്ഷ നൽകേണ്ടതില്ലെന്ന് പൾസർ സുനി അഭിഭാഷകനെ അറിയിക്കുമ്പോൾ വമ്പൻ സ്രാവുകളെ സുനി ഭയക്കുന്നു എന്ന് വേണം കരുതാൻ.
പുറം ലോകത്തേക്കാൾ സുനി സുരക്ഷിതനായിട്ടുള്ളത് ജയിലിനകത്താണെന്ന് അഭിഭാഷകൻ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു. ഷാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. മുൻപ് കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പൾസർ സുനി ഇന്ന് കോടതിയിൽ വെച്ച് അഭിഭാഷകനെ മാറ്റി. സുനിയുടെ കേസ് വാദിച്ചിരുന്ന അഡ്വക്കേറ്റ് ടെനിക്ക് പകരം ബി എ ആളൂർ സുനിയുടെ വക്കാലത്ത് ഏറ്റെടുത്തു. കോടതിക്ക് അകത്ത് വെച്ച ആളൂരും ടെനിയും തമ്മിൽ വാക്കേറ്റവുമുണ്ടായി. സുനിയുടെ കേസ് ഏറ്റെടുക്കാൻ തനിക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നുവെന്ന് അഡ്വക്കേറ്റ് ആളൂർ പ്രതികരിച്ചു. തികച്ചും നാടകീയമായാണ് അഭിഭാഷകനായ ആളൂർ പൾസർ സുനിയുടെ വക്കാലത്ത് ഏറ്റെടുത്തത്. നടിയെ ആക്രമിച്ച കേസിൽ കോടതി നടപടി ആരംഭിച്ചതോടെ നാടകീയ സംഭവങ്ങൾക്ക് തുടക്കം കുറിച്ചു. പൾസർ സുനിയുടെ അഭിഭാഷകരാണെന്ന് അവകാശപ്പെട്ട് ആളൂരും CP ടെന്നിയും കോടതിയിലുണ്ടായിരുന്നു. നേരത്തെ വക്കാലത്തുണ്ടായിരുന്നത് തനിക്കാണെന്ന് CP ടെന്നി കോടതിയെ അറിയിച്ചു. ഇതോടെ കോടതി ആരെ അഭിഭാഷകനായി വേണമെന്ന് സുനിയോട് ചോദിച്ചു. ആളൂരിനെ തന്റെ അഭിഭാഷകനായി മതിയെന്ന് സുനി പറഞ്ഞതോടെ തനിക്ക് സുനിയുമായി സംസാരിക്കണമെന്ന് CP ടെന്നിയും ആവശ്യപ്പെട്ടു. തുടർന്ന് സുനിയുമായി സംസാരിച്ച ടെന്നി വക്കാലത്തൊഴിയുകയായിരുന്നു. എന്നാൽ ആളൂര് വക്കാലത്ത് ഏറ്റെടുത്ത നടപടിയിൽ തനിക്ക് പരാതിയില്ലെന്ന് ടെന്നി പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ തടസ്സം അതിനുന്നയിച്ചില്ല. അദ്ദേഹം ജയിലിൽ പോയി പ്രതിയെ കണ്ടതിന് ഞാൻ തടസ്സം ഉന്നയിച്ചു. അതെന്ത് അധികാരത്തിലാണ് എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. സുനിയുടെ സുഹൃത്തുക്കളുടെ സമ്മർദ്ദം മൂലമാണ് താൻ കേസേറ്റെടുത്തതെന്ന് ആളൂരും പറഞ്ഞു. ക്രിമിനൽ നടപടിക്രമം 303 വകുപ്പ് പ്രകാരം ഒരു പ്രതി ഏത് വക്കീലിന്, ഇന്ത്യയിലുള്ള ഇന്ത്യക്ക് പുറത്തുമുള്ള ഏത് വക്കീലിനെയും അവർക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ ആ വക്കീലിനെ വെച്ച് കേസ് നടത്താനുള്ള പ്രതിയുടെ അവകാശമാണ് ഈ കേസ് ആരംഭത്തിൽ അറസ്റ്റ് ചെയ്യുന്നത്. അതേ സമയം മുതൽ ഈ കേസ് ഏറ്റെടുക്കാൻ എനിക്ക് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. കേസിലെ മറ്റു പ്രതികളുടെ കൂടി വക്കാലത്ത് ആളൂർ ഏറ്റെടുത്തിട്ടുണ്ട്. ഷാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് ആളൂർ, നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ആഷിഖ് അബു, പല്ലിശ്ശേരി തുടങ്ങിയവരെ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. അഡ്വക്കേറ്റ് ആളൂർ, ആദ്യം ഇന്ന് സുനിയുമായി സംസാരിക്കുകയും താങ്കൾക്ക് എന്തെങ്കിലും കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഘടകമാവുകയും ചെയ്തു. അത് തീർച്ചയായിട്ടും ഇന്ന് 5 മിനിറ്റോളമാണ് കൂടിക്കാഴ്ച എനിക്ക് നടത്താൻ സാധിച്ചത്. അത് കോടതിയുടെ അനുവാദത്തോടു കൂടി 2 പ്രാവശ്യം കൂടിക്കാഴ്ച നടത്തി. കോടതിയിൽ വെച്ച് തന്നെ ഒന്ന് ഒരു സാക്ഷി എന്ന് വിസ്തരിച്ചിരുന്നു. ആ സാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യങ്ങളെക്കുറിച്ചുള്ളൊരു കൂടിക്കാഴ്ചയും, അതുപോലെ തന്നെ ഈ സാക്ഷി വിസ്താരത്തിന് ശേഷം ഈ കേസുമായി ഇനി മുന്നോട്ട് പോകേണ്ട സംഗതികൾ എന്തൊക്കെയാണ്, എന്തെല്ലാം നിയമ നടപടികളിലേക്കാണ് കടക്കേണ്ടത്, ജാമ്യാപേക്ഷ നൽകണമോ, അതുമായി ബന്ധപ്പെട്ട ചർച്ചകളുമാണ് ഈ പ്രതിയുമായുള്ള 5 മിനിറ്റുള്ള കൂടിക്കാഴ്ചയിൽ കോടതി അനുവദിച്ചതുകൊണ്ട് എനിക്ക് നടത്താൻ സാധിച്ചത്. ഒരു കാര്യം സത്യമാണ് നികേഷ്, ഈ പറയുന്ന കേസിൽ ഗൂഢാലോചന നടന്നിട്ടുള്ള എന്നുള്ളത് മറനീക്കി പുറത്തു കൊണ്ടുവരണമെന്ന് ഈ പറയുന്ന സുനിൽ കുമാരൻ്റെ ഒരു അവകാശം അല്ലെങ്കിൽ ആഗ്രഹമാണ്. അത് സത്യം പുറത്തു കൊണ്ടുവരേണ്ടത് കേരള പോലീസാണ്, അതിലെ സമർത്ഥരായ ഉദ്യോഗസ്ഥരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിൽക്കൂ, ഗൂഢാലോചന നടന്നു എന്നുള്ളത് സുനിയുടെ വാദമാണോ? സുനി കൃത്യമായി പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് കത്തുകളുടെ അടിസ്ഥാനത്തിലാണ്, പോലീസിന് നൽകിയെന്ന് പറയുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. സുനി താങ്കളോട് നേരിട്ട് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറയുകയും അതിൽ ആരൊക്കെയാണ് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടോ? അതാണ് പറയുന്നത്. സെക്ഷൻ 126, ഞാനൊരു നിയമത്തിൻ്റെ പരിരക്ഷയിലല്ല, പക്ഷേ ഒരു പ്രതിഭാഗം അഭിഭാഷകൻ സുനിൽ കുമാറിൻ്റെ എന്നുള്ള ഒരു നിലയ്ക്ക് വെച്ച് പല കാര്യങ്ങളും സുനിൽ കുമാർ എന്നോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ വ്യക്തമാക്കിയ കാര്യങ്ങളൊന്നും എനിക്ക് ഈവൻ കോടതിയിൽ പോലും പറയാനുള്ള അധികാരമില്ല. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേസ് തീർച്ചയായിട്ടും ഇൻ ക്യാമറ ട്രയൽ നടക്കുന്ന കേസാണ്. അതുകൊണ്ട് പല സത്യങ്ങളും വെളിപ്പെടുത്താൻ സാധിക്കില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നു, ഈ കേസിൻ്റെ ആദ്യം മുതൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നതെങ്കിൽ അതിൻ്റെ ഒരു അന്വേഷണം നല്ല രീതിയിൽ നടക്കണം. അത് ഒരു പക്ഷേ എൻ്റെ കക്ഷിക്കും അതുപോലെ മറ്റുള്ള പ്രതികൾക്കും താങ്കൾ അതിൽ നിന്ന് വഴുതി പോവുകയാണ്. അതായത് ഇന്ന് സുനി തന്നെ കോടതിയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വമ്പൻ സ്രാവുകൾക്കൊപ്പമാണ് താൻ നീന്തുന്നത് എന്നാണ്. സ്രാവിന് വലിയൊരു ബ്രേക്കായി. ജേക്കബ് തോമസിൻ്റെ പുസ്തകം വന്നതിന് ശേഷം ഇപ്പോൾ ആ നിലയിൽ എല്ലാവരെയും സ്രാവുകൾ എന്നുള്ള നിലയിലാണ് കൈകാര്യം ചെയ്യുന്നത്. സുനി അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? സുനി ഒരിക്കലും ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. വമ്പൻ സ്രാവുകൾ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞിട്ടില്ല. അത് ഒപ്പമാവുന്നത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഗൂഢാലോചന നടത്തിയെന്ന് ഒരിക്കലും സുനി പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗൂഢാലോചനയാണെന്ന് പോലും ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗൂഢാലോചന എന്ന് ഈ ക്രൈം നടക്കുന്നതിന് മുൻപുള്ള സംഗതിയാണ്. ആ സംഗതി അന്വേഷിച്ചാൽ അതിനുശേഷമുള്ള ഗൂഢാലോചനയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കിപ്പോഴും വ്യക്തത അക്കാര്യത്തിൽ വരാനുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. ആഷിഖ് അബു സംവിധായകൻ ടെലിഫോൺ ലൈനിലുണ്ട്. ആഷിഖ് അബു, അതിക്രൂരമായിട്ടുള്ള ഒരു പീഡനമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ
ഒന്ന് രണ്ട് ദിവസങ്ങളിലായി ഇതിൻ്റെ വിശദാംശങ്ങൾ പോലും വരുന്നു. വിമൻസ് കളക്റ്റീവ് അതിനെതിരെ ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഈ നിലയിലുള്ള വിശദാംശങ്ങൾ കൊടുക്കുക, അത് വായനക്കാരെ തൃപ്തിപ്പെടുത്തുന്ന വിധത്തിൽ അവതരിപ്പിക്കുക എന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിയമത്തിൻ്റെ വഴിക്ക് എന്ന നിലയിലുള്ള ഒരു ആശ്വാസമെങ്കിലും നിങ്ങളെപ്പോലുള്ള സിനിമാ പ്രവർത്തകർക്കുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോ നടക്കുന്ന അന്വേഷണത്തിന്റെ വേഗവും ക്ലാരിറ്റിയും വളരെയധികം ആശ്വാസം പകരുന്ന ഒന്നാണ്. എനിക്ക് നേരത്തെ നികേഷ് പറഞ്ഞ പോലെ തന്നെ ഈ നടന്ന സംഗതിയുടെ എന്താ പറയുക ഇന്റൻസിറ്റി ഈവൻ അമ്മയിലുള്ള ആളുകളോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരോ തിരിച്ചറിയാതെ പോകുന്നതിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഡൽഹിയിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതാണ്, നിർഭയ കേസ്. സിമിലർ ആയിട്ടുള്ള ട്രോമയിലൂടെയാണ് നമ്മുടെ സഹപ്രവർത്തകയായിട്ടുള്ള ഒരു പെൺകുട്ടി കടന്നു പോയിട്ടുള്ളത്. ഇതിനെയൊക്കെ പരിഹസിക്കുന്ന രീതിയിലുള്ള സംഗതികളും കാര്യങ്ങളും ഒക്കെ ഇപ്പോ ഇതിന്റെ ഡീറ്റെയിൽസ് പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അത്രയും തന്നെ ഗൗരവമുള്ള ഒരു ക്രൈമാണ് നടന്നിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ സ്വഭാവം നോക്കൂ, ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈം എന്നുള്ള നിലയിലേക്കാണ് പോലീസിന്റെ അന്വേഷണങ്ങൾ ചെന്നെത്തുന്നത്. ഇത് എനിക്ക് തോന്നുന്നില്ല, ഇത് നമ്മുടെ ഈ സിനിമ ഹിസ്റ്ററിയിലോ ഒക്കെ ഇത് വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് എനിക്കറിയില്ല, അത് സിനിമ എന്ന വലിയ ഒരു കലാരൂപം തരുന്ന പോപ്പുലാരിറ്റിയും സമ്പത്തും പ്രശസ്തിയും ആനുകൂല്യങ്ങളും ഒക്കെ ആളുകൾ ഉപയോഗിക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കാണെന്നുള്ള അറിവ് വളരെ ഷോക്കിംഗ് ആണ്. ഒരുപക്ഷെ നിർഭയ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ കിട്ടിയപ്പോൾ അതിനെ ആ നിലയിൽ കൈകാര്യം ചെയ്യണം എന്ന് വിചാരിക്കുന്ന 4-5 അധമന്മാരുടെ സംഘം, അത് അതിക്രൂരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. 5 പേർക്കും വധശിക്ഷയാണ് ഇന്ത്യയുടെ സുപ്രീം കോടതി വരെ വിധിച്ചത്. പക്ഷേ ഇത് നോക്കൂ, സഹപ്രവർത്തകർ, അത് ഡ്രൈവറായാലും ഇനിയിപ്പോൾ പിടിക്കപ്പെടാനുള്ള മറ്റുള്ളവരായാലും ആരോ ആയിക്കൊള്ളട്ടെ, ഇപ്പോൾ ഉണ്ട് എന്ന് പോലീസ് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് വിചാരിക്കുന്നു ആരോ ആയിക്കൊള്ളട്ടെ, അതൊരു പക്ഷേ നിർഭയേക്കാൾ വലിയ ക്രൂരതയോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു മനസാക്ഷിക്കും അംഗീകരിക്കാൻ കഴിയാത്ത ക്രൂരതയോ ആയിരിക്കും. അതെ അതെ, തീർച്ചയായിട്ടും. ഞാൻ അതുകൊണ്ടാണ് ഈ വേർഡ് പ്രത്യേകം എടുത്ത് ഉപയോഗിച്ചത്. ഇതൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈമാണ്. ഇതൊരു ഇമോഷണൽ സെന്റിമെന്റ്സിന്റെ പുറത്തോ ഒന്നും സംഭവിച്ചിട്ടുള്ള കാര്യമല്ല. ഇത് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈമാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് വളരെയധികം ഗൗരവത്തോടെ കേരള സമൂഹം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. അത് ആരാണെങ്കിലും ഇത് പോലീസിന്റെ അന്വേഷണം നടക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് അവസാനിക്കുന്നത് വരെ അവരൊരു തീരുമാനത്തിലെത്തുന്നവരെ നമുക്ക് കാത്തിരിക്കാം. പക്ഷേ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾ ആരാണെങ്കിലും അത് കേരള സമൂഹവും നമ്മുടെ സർക്കാരും നമ്മുടെ പോലീസും വളരെ ഗൗരവത്തിൽ ഇതിന്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും പുറത്തു കൊണ്ടുവരികയും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച കുറ്റവാളികൾക്ക് കൊടുക്കണം. അത് കൊടുക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. ഇങ്ങനെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈം നടക്കാൻ പാകത്തിൽ ഇവിടുത്തെ പണം അല്ലെങ്കിൽ ഈ പറയുന്ന പ്രശസ്തി ഇതെല്ലാം ആ നിലയിലേക്ക് മലയാള സിനിമ ഇൻഡസ്ട്രിയെ മാറ്റിയിട്ടുണ്ടോ? അത്ര ക്രൂരമായ ഒരു സംവിധാനമാക്കി ഇതിനെ രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ടോ മലയാള സിനിമ? ഇത് വളരെ ഷോക്കിംഗ് ആണ് നികേഷ്. ഇത് ഈ ഒരു അവസ്ഥയിലോട്ടൊക്കെ കാര്യങ്ങൾ പോകുന്നു. ഇത്രയും പ്രശസ്തയായ ഒരു പെൺകുട്ടിക്ക് ഇത് സംഭവിക്കുന്നു. ഇത്രയും വലിയ ഒരു വലിയ നെറ്റ്വർക്ക് ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതൊക്കെ വളരെയധികം ഷോക്കിംഗ് ആണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തുടർന്നു വരുന്ന, ഇപ്പൊ ഞങ്ങളെല്ലാവരും, ഞാൻ 2002 അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിനിമയിൽ എത്തുന്നത്. അന്നത്തെ സിനിമയല്ല ഇന്നത്തെ സിനിമ ഇൻഡസ്ട്രിയിലെ കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഇത്തരത്തിലുള്ള ചില ഫൗൾ പ്ലേസ് കുറെ കാലങ്ങളായിട്ട് സിനിമയിലുണ്ട്. അതിനകത്ത് ഈ പറയുന്ന പോലെ ഒരു തരത്തിലുള്ള ഒരു ജനാധിപത്യവും ഇല്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളും എന്താ പറയുന്ന ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയുടെ പശ്ചാത്തലമുള്ള ആൾക്കാരുടെ സാന്നിധ്യം സിനിമയിൽ വന്നതിന് ശേഷം ഇത് ഒരുപാട് തരത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പതുക്കെ പുറത്തു വന്നിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ശ്രീ ആഷിഖ് അബു, താങ്കളുടെ സംവിധായകരുടെ സംഘടനയായാലും നടീനടന്മാരുടെ സംഘടനയായാലും സ്വീകരിച്ച നിലപാട് അതേക്കുറിച്ച് എങ്ങനെയാണ് അതിനെക്കുറിച്ച് താങ്കളുടെ പ്രതികരണം? ഞാൻ പറഞ്ഞില്ലേ നികേഷ്, ഇതിനെ ഒരു ഒറ്റ രീതിയിൽ കണ്ടാൽ മതി. ഒരു തരത്തിലുള്ള ജനാധിപത്യ സംവിധാനങ്ങളും ഇല്ലാത്ത സംഘടനകളാണത്.
ഒരാളെ ഒരു ബഹുസ്വരതയില്ല, ആർക്കും വേറെ അഭിപ്രായങ്ങൾ പറയാനുള്ള സംഗതികളില്ല. ഇതൊരു മൊണോപ്പൊളി അല്ലെങ്കിൽ ഒരൊറ്റ സംഘടന ഇവിടെ മതി, അത് ഞങ്ങൾ കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ള അഹങ്കാരമാണ് ശരിക്കും ഈ കഴിഞ്ഞ മീറ്റിംഗിൽ കണ്ടത്. ജനപ്രതിനിധികളടക്കം പൊതുജനത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള സംഗതികളിലോട്ട് പോയത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ജനാധിപത്യ കേരളം ഇത് അനുവദിക്കുമെന്നുള്ളത്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിഷേധം ആ കാര്യത്തിലും. നന്ദി ആഷിഖ് അബു. അഡ്വക്കേറ്റ് ആളൂർ, ക്രൂരമായ ലൈംഗിക പീഡനമാണ് നടന്നത്. അതാണ് നേരത്തെ വിമൻസ് കളക്റ്റീവിൻ്റെ ഒരു പ്രസ്താവന വന്നത്. ഇതിൻ്റെ വിശദാംശങ്ങൾ പോലും മാധ്യമങ്ങൾ കൊടുക്കുന്നു എന്ന്. എത്രത്തോളം ശരിയാണ് തെറ്റാണ് എന്നൊന്നും അറിയില്ല. പക്ഷേ ആ നിലയിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. അതൊരു നിർണായക തെളിവാണ്. അപ്പോൾ അതിനകത്ത് നടിയും അതുപോലെ തന്നെ സുനിയും രണ്ടുപേരും ഇൻവോൾവ് ആണ് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സുനി പറയുകയും ചെയ്യുന്നു, ഞാൻ വലിയ സ്രാവുകൾക്കൊപ്പമാണ് നീന്തുന്നത് എന്ന്. അതായത് ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ള നിലയിലല്ല, ഇതിൻ്റെ പിന്നിൽ വേറെയും ആളുകളുണ്ട് എന്നുള്ളത്. എന്താണ് ഈ പറയുന്ന സാഹചര്യത്തിൽ? സ്വാഭാവികമായും സുനി അറിയുന്നുണ്ടാവുമല്ലോ, ഈ ദൃശ്യങ്ങളെല്ലാം പോലീസിൻ്റെ കയ്യിലുണ്ട്, ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് അറിയാം. ഈ കത്തയക്കുമ്പോൾ അതിനകത്തും സുനി എന്ന് പറയുന്ന ഇൻഡിവിജ്വൽ ഉണ്ട്. അപ്പോൾ അതിനകത്ത് പുതിയ ആളുകളെ കൂടി ചേർക്കുമ്പോൾ സുനി എന്താണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഒരു ഇരയാണ് കോടതിയിൽ മൊഴി കൊടുക്കുന്നത്. ഇരയെ ആക്രമിക്കപ്പെട്ട വ്യക്തി ഇന്നതാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിച്ച് ഒരു പക്ഷേ പ്രതിയെ ശിക്ഷിക്കാൻ സാധിക്കും. എന്നാൽ അതിന് ഘടകവിരുദ്ധമായിട്ടാണ് തെളിവുകൾ കോടതിയിൽ കൊണ്ടുവരുന്നത് എങ്കിൽ ആ ശിക്ഷയിലേക്ക് നമുക്ക് നീങ്ങാൻ സാധിക്കില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഗൂഢാലോചന എങ്ങനെ നടന്നു, ആരുമായി നടന്നു, അത് ഇതുവരെ പോലീസ് കണ്ടെത്താത്തൊരു സംഗതിയാണ്. ആ ഒരു കണ്ടെത്തലാണ് പോലീസിൻ്റെ അവസാന വിജയമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് സുനി മാത്രമാണോ, അത് സുനി ഒഴികെയുള്ള പ്രതികളാണോ, അതോ മറ്റാരെങ്കിലുമാണോ ഈ ഗൂഢാലോചനയിൽ പിന്നിൽ എന്ന് തെളിയിക്കപ്പെട്ടാൽ ഇപ്പോൾ വരുന്ന പുതിയ വിവരങ്ങൾ അനുസരിച്ച് സുനിയുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ കുറവാണെന്നും ഈ പറയുന്ന സംഭവ സ്ഥലത്ത് പോലും സുനി ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയല്ല സംഭവിക്കുന്നത്. സുനി അതിനകത്തുണ്ട്. സുനി പറയുന്നത് വമ്പൻ സ്രാവുകൾക്കൊപ്പമാണ് താൻ നീങ്ങുന്നത് എന്ന് പറയുമ്പോൾ എനിക്ക് പിന്നിൽ ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരുടെ ഉദ്ദേശപ്രകാരമാണ് യഥാർത്ഥത്തിൽ ഈ ലൈംഗിക പീഡനം നടന്നിട്ടുള്ളത്, ഈ ലൈംഗിക അതിക്രമം നടന്നിട്ടുള്ളത് എന്നാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ആ ഒരു കാര്യത്തിൽ പ്രസക്തിയില്ല. ലൈംഗിക അതിക്രമം, പീഡനം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത് തെളിയിക്കണമെങ്കിൽ ഈ പറയുന്ന കുട്ടി മാത്രം പറഞ്ഞു എന്നത് പൂർണ്ണമായി വിശ്വസിക്കേണ്ടി വരും. മറ്റുള്ള സാഹചര്യ തെളിവുകൾ അതിനൊപ്പം ഉണ്ടാകണം. അത് ഇല്ലാതെ വരുന്ന ഒരു സാഹചര്യം CCTV ദൃശ്യങ്ങൾ ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ പറയുന്ന സംഭവ സ്ഥലത്ത് സുനിയെ കണ്ടു എന്ന പ്രതികളല്ലാതെ മറ്റു സാക്ഷികളുണ്ടാകണം. യാതൊരു കാര്യവുമില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് 4 പേരിലേക്കാണ് എന്നാണ് സൂചന. 4 പ്രധാനപ്പെട്ട ആളുകൾ ഇതിന് ചുക്കാൻ പിടിച്ചു നിന്നിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ 4 പേര് ആരാണ് എന്നത് സംബന്ധിച്ച് സുനി താങ്കളുമായി എന്തെങ്കിലും തരത്തിലുള്ള ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? പേരുകളിലേക്ക് ചർച്ച പോയിട്ടുണ്ടോ? ഞാൻ പറയുന്നു, തീർച്ചയായിട്ടും സുനി പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഒരു മീഡിയയുടെ മുന്നിലോ അല്ലെങ്കിൽ ഇവൾ കോടതിയിലോ ഞാൻ ആരെയും ഈ കേസിൽ കുറ്റം ആരോപിക്കപ്പെടാനോ ആരോപിക്കപ്പെടാതിരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു പ്രതിയുടെ അഭിഭാഷകനാണ്. ആ ഒരു ചട്ടക്കൂടി നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ചർച്ച നടത്തുന്നതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിലൊരുപാട് വിലങ്ങുതടികൾ, ബാരിക്കാഡുകളുണ്ട്. എനിക്കൊരു ലിമിറ്റേഷനുണ്ട്. മറ്റ് അഭിഭാഷകരോ അല്ലെങ്കിൽ മറ്റു വ്യക്തികൾക്കോ പലതും പറയാൻ സാധിക്കും. പക്ഷേ ഈ പ്രതിയുടെ അഭിഭാഷകൻ ഇന്ന് ഞാൻ എടുത്തതോടുകൂടി എൻ്റെ ഉത്തരവാദിത്വം കൂടുകയാണ്. അത് പ്രതിയുടെ ഭാഗത്തുനിന്നായാലും. അവിടെയാണ് വേറൊരു ഒരു അഡ്വക്കറ്റിനി ഇവിടെ നേരത്തെ തന്നെ സുനിയുടെ അഭിഭാഷകനായി തുടരുകയാണ്. ഇന്നും അദ്ദേഹം കോടതിയിലെത്തിയിരുന്നു. താങ്കൾ കോടതിയിലെത്തിയപ്പോഴാണ് ഒരുപക്ഷെ കോടതിക്ക് തന്നെ ബോധ്യമായിട്ടുണ്ടാവുക പുതിയൊരു അഭിഭാഷകൻ വന്നിരിക്കുന്നു. കോടതിയോട് സുനി പറയുന്നു എൻ്റെ അഭിഭാഷകൻ ആളൂരാണ് എന്ന്. വക്കാലത്ത് അവിടെ വെച്ച് ഒപ്പിട്ട് തരികയും ചെയ്യുന്നു. എങ്ങനെയാണ് അഡ്വക്കേറ്റ് ആളൂർ എന്ന് പറയുന്നയാൾ സുനിയുടെ അഭിഭാഷകനാകുന്നത്? തീർച്ചയായിട്ടും ബഹുമാന്യനായ അഭിഭാഷകനായ ടെനി സുനി പറഞ്ഞതനുസരിച്ചാണ് അഭിഭാഷകനായത്. ഇപ്പോൾ 3.5 മാസത്തിന് ശേഷം സുനി പറയുന്നു, എനിക്ക് ഈ അഭിഭാഷകനെ മാറ്റണം, ഇനി മറ്റൊരു അഭിഭാഷകനെ വെക്കണം. അത് എന്തുകൊണ്ടാണ് എന്ന് സുനിയോട് തന്നെ പ്രത്യേകം ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു അഭിഭാഷകൻ്റെ മുകളിലുള്ള
പൂർണ്ണമായ വിശ്വാസം അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മ, അതാണ് മറ്റൊരു അഭിഭാഷകനിലേക്ക് ഏത് കക്ഷികളും ചെന്നെത്തുന്നത്. ആ വിശ്വാസം എന്നിൽ അർപ്പിക്കുന്നു, പലരുമായി ഞാനുമായി ബന്ധപ്പെടുന്നു, ഞാനുമായി കൂടിക്കാഴ്ച നടത്തുന്നു, അതിനുശേഷം പ്രതിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ പറയുന്ന സൗമ്യ വധക്കേസിൽ അതിലെ പ്രതിക്ക് വേണ്ടി ഹാജരായതോടുകൂടിയാണ് അഡ്വക്കേറ്റ് ആളൂരിനെ കേരളത്തിൽ ആ നിലയിൽ അറിയപ്പെട്ടു തുടങ്ങിയത്. അപ്പോൾ താങ്കൾ പറയുന്നു എന്നെ മുംബൈ കേന്ദ്രീകരിച്ചുള്ള, പൂനെ കേന്ദ്രീകരിച്ചുള്ള ഭിക്ഷാടന മാഫിയാണ് ഈ കേസ് ഏൽപ്പിച്ചത് എന്ന്, അവരാണ് എനിക്ക് പണം തന്നുകൊണ്ടിരുന്നത് എന്ന്. അപ്പോൾ ഒരു മാഫിയ എപ്പോഴും ആളൂരിൻ്റെ പിന്നിലുണ്ട് കേസ് ഏൽപ്പിക്കുമ്പോൾ. ഇവിടെ അങ്ങനെ ഒരു മാഫിയയുടെ റോൾ എന്താണ്? അതെല്ലാം മിഥ്യാധാരണയാണ് നികേഷ്. ഒരു ക്രിമിനൽ എന്ന് പറയുന്നത് ഞാൻ പണ്ടേ പറഞ്ഞതുപോലെ ഇപ്പോഴത് അതിന് മാറ്റമുണ്ട്. എല്ലാ ശുഭ്രവസ്ത്രധാരികളും ക്രിമിനലാണ് എന്ന് പറയാൻ നമുക്ക് സാധ്യമല്ല. പക്ഷെ ക്രിമിനലിൻ്റെ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ ഞാൻ നേരെ വരുന്നു. കുറ്റം ചെയ്യുന്നവരെ, ഇപ്പോൾ മർഡർ പോലുള്ള കുറ്റം ചെയ്യുന്നവരെ, അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന കള്ളക്കടത്ത് നടത്തുന്നവരെ, അതുപോലെ തന്നെ ഈ പറയുന്ന കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പ്രതികൾ, അവരുടെ വക്കാലത്തുകൾ ഞാൻ ഏറ്റെടുത്തത് കൊണ്ട് അവരൊരു കാര്യം ആവശ്യപ്പെട്ടാൽ, അത് സൗമ്യ കേസിലാണെങ്കിലും അത് വേറെ ഏത് കേസുകളിലാണെങ്കിലും, ഒരു ക്രിമിനൽ അഭിഭാഷകനെ സമീപിക്കുന്നത് ഇത്തരത്തിലുള്ള ക്രിമിനലുകളായിരിക്കും. അപ്പോൾ അവരുടെ ആവശ്യം നടത്തി കൊടുക്കുക, അത് ഒരു ധർമ്മമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സൗമ്യ വധക്കേസിലെ പ്രതിയുടെ കാര്യത്തിൽ താങ്കൾ വക്കാലത്ത് ഏറ്റെടുത്ത സമയത്ത് താങ്കൾ തന്നെ ഒരു മാധ്യമത്തിനോട് പറഞ്ഞത്, വേണമെങ്കിൽ എനിക്കത് പ്ലേ ചെയ്ത് കാണിച്ചു തരാൻ പറ്റും. അന്ന് താങ്കൾ പറഞ്ഞത് എന്നെ പൂനെയിലുള്ള ഒരു ഭിക്ഷാടന മാഫിയാണ്, മയക്കുമരുന്ന് മാഫിയാണ് എന്നെ സമീപിച്ചത്, എനിക്കുള്ള ഫീസ് അവരാണ് തരുന്നത് എന്നാണ്. അപ്പോൾ താങ്കൾ ഏറ്റെടുക്കുന്ന കേസിൽ ഒരു മാഫിയയുടെ പ്രവർത്തനം കാണുന്നു. താങ്കൾക്ക് ഈ കേസിലും, ഇപ്പം സുനിയുടെ മാഫിയ പ്രവർത്തനം എന്താണെന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയില്ല, പക്ഷേ ഇവിടെ ഒരു ആ നിലയിലുള്ള ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു ചോദ്യം. താങ്കൾക്ക് അതിനകത്ത് മയക്കമരുന്ന് മാഫിയ എന്നല്ല പറയുന്നത്, ആ പറയുന്ന മയക്കമരുന്ന് കച്ചവടം നടത്തുന്ന പ്രതികളിൽ പലരും ആവശ്യപ്പെട്ടതുകൊണ്ട്, അതുകൊണ്ട് മയക്കമരുന്ന് മാഫിയ ആവശ്യപ്പെട്ടു എന്ന് വ്യാഖ്യാനിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അക്കാര്യത്തിൽ താങ്കൾ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടാകില്ല, എനിക്കും അത് ബോധ്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചതും. തുടരുക. പല്ലിശ്ശേരി സിനിമ എഴുത്തുകാരൻ ശ്രീ പല്ലിശ്ശേരി, ഇതാ ഒരു സൗമ്യ വധക്കേസിൽ പ്രധാന പ്രതി, ഒരുപക്ഷെ കേരളത്തിൽ നടക്കുന്ന എല്ലാ മാഫിയ പ്രവർത്തനങ്ങളുടെയും കൂട്ടാളിയായിട്ട് ഒരു അഭിഭാഷകനായി, ക്രിമിനൽ അഭിഭാഷകനായി നിൽക്കുന്നയാളാണ് അഡ്വക്കേറ്റ് ആളൂർ. ആ നിലയിൽ നേരത്തെ ഇവിടെ ആഷിഖ് അബുവും ചൂണ്ടിക്കാണിച്ചല്ലോ, ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്. എങ്ങനെയാണ് നിർഭയ ദില്ലിയിൽ കൊല്ലപ്പെട്ടത് എന്ന് നമുക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായി, അത് 4-5 ആളുകൾക്ക് ഒരു പെൺകുട്ടിയെ കണ്ടപ്പോൾ തോന്നിയ മോഹമാണ്, അതിക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനമാണ് അവിടെ നടന്നത്. ഇത് നമുക്കറിയാം 4 വർഷമായി പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ നവംബർ മാസം മുതൽ ഫെബ്രുവരി വരെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലയിലുള്ള ഒരു ഓർഗനൈസ്ഡ് ക്രൈമായി മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ സഹപ്രവർത്തകയെ ഈ നിലയിൽ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഈ ഇൻഡസ്ട്രിയിൽ എങ്ങനെ ഉണ്ടായി ശ്രീ പല്ലിശ്ശേരി? നാല് വർഷം മുൻപ് എന്ന് പറയുമ്പോൾ അവിടെ ഈ പ്രതിസ്ഥാനത്ത് കരുതപ്പെടുന്ന ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള വിവാഹ മോചനത്തിൻ്റെ വക്കത്ത് എത്തി നിൽക്കുന്ന സമയമായിരുന്നു. അതിന് ഒരു കാരണക്കാരി ഈ ഇവിടെ പീഡിപ്പിക്കപ്പെട്ട നടിയാണെന്നുള്ളതാണ്. ഞാനത് മുമ്പ് എഴുതിയിട്ടുള്ളതാണ്. അതായത് കാവ്യ മാധവനും ദിലീപും തമ്മിലുള്ള റിലേഷൻഷിപ്പുണ്ട്. ആ റിലേഷൻഷിപ്പിന് അവർക്ക് സൗകര്യമെടുത്ത് കൊടുത്തത് ഈ അമ്മയുടെ ഒരു യോഗത്തിൽ വെച്ച് ഈ പീഡിപ്പിക്കപ്പെട്ട നടിയായിരുന്നു എന്നുള്ളതാണ്. ഇത് അപ്പോൾ തന്നെ കാര്യങ്ങൾ മഞ്ജു അറിയുകയും യഥാർത്ഥത്തിൽ സംഭവിച്ചതിന് അന്ന് മുതൽ മഞ്ജു ദിലീപിനെതിരാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഒരു സാഹചര്യം. എന്തായാലും വ്യക്തികളുടെ പേരുകൾ ദയവായി എടുത്ത് പറയാതിരിക്കുക. അങ്ങനെ ഈ ചർച്ചയിൽ വ്യക്തികളുടെ പേരുകൾ ഉദ്ദേശിക്കുന്നില്ല. വിനയൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ വിനയൻ, കഴിഞ്ഞ ദിവസം താങ്കൾ ഇത് ദിലീപ് ആകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാണ് താൻ, ഒരു സിനിമാ പ്രവർത്തകനാണ് താൻ എന്ന് പറഞ്ഞിരുന്നു. ഒരുപക്ഷെ മലയാളികൾ ആകെ അങ്ങനെ ആയിരിക്കും ആഗ്രഹിക്കുന്നുണ്ടാവുക, വേറൊരു പേര് ഈ ക്ലൈമാക്സിൽ പുറത്തു വരട്ടെ എന്ന്. പക്ഷേ ചോദ്യം ചെയ്യലുകൾ, ഉന്നതതല യോഗങ്ങൾ, ഇതെല്ലാം അറസ്റ്റ് അനിവാര്യമാക്കുകയല്ലേ ചെയ്യുന്നത്. അത് ഇന്നയാളുടെ എന്നല്ല, പക്ഷെ ആ വേഗത കാണുമ്പോൾ ഇതിനകത്ത് വെറും പൾസർ സുനി അല്ല
അതിനപ്പുറത്തേക്ക് ചില വേരുകൾ ഇതിനകത്തുണ്ട് എന്ന് കൃത്യമായ സൂചന നമുക്ക് നൽകുന്നില്ലേ? തീർച്ചയായും പിന്നെ നികേഷ് അങ്ങനെ തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് നമ്മൾ വ്യക്തികളെ ആരെയും പേരെടുത്തോ അല്ലെങ്കിൽ വ്യക്തികളെ അല്ല ഇവിടെ നോക്കേണ്ടത്. ഏത് വ്യക്തി ആയിക്കോട്ടെ, ഈ നിഷ്ഠൂരമായ, എനിക്ക് തോന്നുന്നു ഇത്ര ക്രൂരമായ രീതിയിൽ ഒരു സഹപ്രവർത്തകയിലുള്ള ഒരാളാണെങ്കിൽ ഒരു സഹപ്രവർത്തകയോട് വഴി ആരുമായിക്കട്ടെ ഇത്ര മായ രീതിയിൽ പെരുമാറാനും അതിന് ഗൂഢാലോചനയ്ക്ക് അതിന്റെ പിന്നിൽ അങ്ങനെ ഒരാളെ ഏർപ്പെടുത്തി ചെയ്യാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ സാധാരണ എന്നുള്ളതിൽ ഉപരി ഇതിൽ കിട്ടുന്ന ശിക്ഷ കൊടുക്കണം. ഞാൻ ഇന്നയാളെന്ന് പറയുന്നില്ല, വ്യക്തികളെ വിട്ടിരിക്കുന്നു. ഇത് സിനിമയ്ക്കകത്ത് ആരെങ്കിലും ഇതിന് ഗൂഢാലോചനയ്ക്ക് പൾസർ സുനി എന്ന് പറയുന്ന ഡ്രൈവറെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ അവരെ ഇതേവരെ കേരളത്തിൽ കാണാത്ത, എനിക്ക് തോന്നുന്നു ഇപ്പം നിർഭയ കേസിൽ അവരോട് കാണിച്ച ക്രൂരത അതിലും മോശമാണ് ഇതിനകത്ത് കേൾക്കുന്നത് ഇപ്പോ സംഭവിച്ചത്. പിന്നെ നിർഭയ കേസിൽ ആ കുട്ടി രാത്രിയില് ബസ്സിന് കൈ കാണിച്ചു, യാദൃശ്യമായിട്ട് ലഹരിയുടെ മറവിൽ അവര് ഈ കുട്ടിയെ ആക്രമിച്ചു. ഇതല്ലല്ലോ, പ്ലാൻഡ് ആണ്. കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തക ഇങ്ങനെ ട്രാപ്പ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പിടിക്കപ്പെടണം, ശിക്ഷിക്കണം. അതിന് യാതൊരുവിധ തർക്കവുമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അല്പം മുമ്പ് ശ്രീ ആഷിഖ് കപൂർ പറയുകയുണ്ടായി, ഇതൊരു ഓർഗനൈസ്ഡ് ക്രൈമാണ്, സിനിമ ഹിസ്റ്ററിയിൽ തന്നെ അപൂർവമായി മാത്രമേ ഇത് സംഭവിക്കൂ, സിനിമ നൽകുന്ന പോപ്പുലാരിറ്റി, പണം, അത് ആളുകൾ ദുരുപയോഗിക്കുകയാണ് എന്ന്. ഈ വാക്ക്, അതായത് ഓർഗനൈസ്ഡ് ക്രൈം എന്ന വാക്ക് ആഷിഖ് കപൂർ പറയുന്നത് ഞാൻ ബോധപൂർവം ഉപയോഗിച്ചതാണ്. അതാണ് നിർഭയയിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ പ്രമുഖ നടിക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമം എന്ന് സൂചിപ്പിക്കുന്നതിലൂടെ ആഷിഖ് കപൂർ ശ്രമിച്ചത്. ആ നിലയിലുള്ള ഒരു ഓർഗനൈസ്ഡ് ക്രൈമായി സിനിമാ രംഗം മാറുമ്പോൾ ഉള്ള ഒരു ലജ്ജ എനിക്ക് ആഷിഖ് കപൂറിൻ്റെ വാക്കുകൾ കേൾക്കാമായിരുന്നു. തീർച്ചയായിട്ടും ആഷിഖിനെന്നല്ല, ഇതിനെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന ആർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഈ താഴേക്കടയിലുള്ള ഇപ്പൊ ഡ്രൈവേഴ്സ് യൂണിയൻ തന്നെ, ഡ്രൈവേഴ്സ് യൂണിയനിൽ ഇത്തരം ഒരു ക്രിമിനൽ വൽക്കരണം നടന്നിട്ടുണ്ട്. ക്രിമിനൽ ആയിട്ടുള്ള ആൾക്കാർ ഈ ഡ്രൈവേഴ്സിനിടയ്ക്ക് ഉണ്ട് എന്നുള്ള ഒരു വലിയ ചർച്ച. ഞാനിപ്പോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ മിക്കവാറും മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ഒരാളായതുകൊണ്ട് അവിടെ നിർമ്മാതാക്കൾ പലരും പറഞ്ഞിരുന്നു ഡ്രൈവേഴ്സിൽ ക്രിമിനൽസ് ധാരാളം ഉണ്ട്, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാനും മടിയില്ലാത്ത അവസ്ഥയുണ്ട്. അപ്പൊ അവിടെ ഡ്രൈവേഴ്സിന് ചില നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു, നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് നിർമ്മാതാക്കളെ ഏർപ്പെടുത്തിയിരുന്നു. അപ്പൊ ഇത് ഡ്രൈവേഴ്സ് യൂണിയനൊക്കെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരാളെന്നുള്ളതൊക്കെ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ക്രിമിനൽ വൽക്കരണം, ക്രിമിനൽസ് ഇതിനകത്തുണ്ട് എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി എടുക്കണം, ആ യൂണിയനെ തന്നെ മാറ്റി നിർത്തണമെന്ന് പറഞ്ഞ ആളാണ് ഞാൻ. അങ്ങനെ തീരുമാനമെടുത്തവിടെ. പക്ഷെ വീണ്ടും അതിനെ ആ അസോസിയേഷനിലുള്ളവരും ഈ ഫെഫ്കയുടെ നേതാക്കളും തമ്മിൽ ഒരു ധാരണ ഉണ്ടായിട്ട് ഇവരെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഈ പറയുന്ന കോർ കമ്മിറ്റി, ദിലീപ് നേതൃത്വത്തിലുള്ള കോർ കമ്മിറ്റി വന്നപ്പോ അവർക്കിപ്പോ എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തെന്ന് കേട്ടു. അപ്പൊ അതിനകത്തുള്ള ക്രിമിനൽസ്, ഞാൻ പറഞ്ഞ പാവപ്പെട്ട സാധാരണക്കാരായ ഒത്തിരി ഡ്രൈവേഴ്സ് ഉണ്ട്, അവർക്ക് ജോലി കൊടുക്കുകയും ഈ ക്രിമിനലായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ അല്ല ഇത്തരം കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പൊ അറിയുന്ന ഈ അപ്പുണ്ണി എന്ന് പറഞ്ഞ ചോദ്യം ചെയ്യുന്ന പയ്യൻ ഫെഫ്കയുടെ അംഗമാണെന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പൊ ക്രിമിനൽ വൽക്കരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തോടു കൂടി അത് മാറട്ടെ, ആരാണുള്ളവരെ പിടിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ദയവായി തുടരുക ശ്രീ വിനയൻ. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ ഒരു ഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയുന്നത്, അല്ല സിനിമ അൺഓർഗനൈസ്ഡ് ആണ് എന്നാണ് പറയുക, എങ്കിൽ പോലും ഈ പറയുന്ന ഓർഗനൈസ്ഡ് ക്രൈം ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ അതിനകത്ത് ചില എലിമെൻറ്റ്സ് കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഭൂമി കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഈ ക്രൈമിൽ തന്നെ നമ്മൾ കേൾക്കുന്നത്, ഈ തരത്തിലുള്ള ഭൂമി കച്ചവടവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അതിന് തുടക്കം കുറിക്കാൻ വേണ്ടി നേരത്തെ പല്ലിശ്ശേരി പറഞ്ഞു തുടങ്ങിയതിൻ്റെ വേറൊരു വശമാണത് എന്നുള്ളത്. ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എന്താണ്? ഒരു കോളും പൾസർ സുനിയും ദിലീപുമായി കണക്ട് ചെയ്തില്ല. പക്ഷേ പോലീസ് വിശ്വസിക്കുന്നു പൾസർ സുനി ജയിലിൽ നിന്ന് ഫോൺ വിളിച്ചത് യഥാർത്ഥത്തിൽ ദിലീപിൻ്റെ PA ആയ ആളോടല്ല, പകരം ദിലീപിനോട് തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ ഒരു കണക്റ്റൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇവർക്കറിയാം എങ്ങനെയാണ് നിയമത്തിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ. ആ നിലയിൽ ഈ ക്രൈമിൻ്റെ ഈ ഘട്ടത്തിൽ തന്നെ, ക്ലൈമാക്സിലേക്ക് പോകുന്ന ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് ബോധ്യമാകുന്നില്ലേ പിന്നിലിരുന്ന് ഇത് നിയന്ത്രിച്ച ആൾ എന്തായാലും ഒരു ബുദ്ധിമാനായ ആൾ തന്നെയാണ് എന്ന്. ആ നിലയിലൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ക്രൈമായി തന്നെ ഇതിനെ കാണണ്ടേ? ഏറ്റവും കുറഞ്ഞത് ഇത് ഇനി ദിലീപല്ല വേറൊരാളാണ് പിടിക്കപ്പെട്ടതെങ്കിൽ തന്നെയും ചില വേർഷൻ അങ്ങനെയുണ്ട്. ചിലർ പറയുന്നുണ്ട്
ഇത് പോലീസ് നിങ്ങളെയൊക്കെ പറ്റിക്കുകയാണ്, യഥാർത്ഥ പ്രതികൾ വേറെ എവിടെയോ ഉണ്ട്, അവരെ തിരയുന്നതിന് വേണ്ടി, അവരുടെ ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടിയാണ് ദിലീപിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ നിലയിൽ ഈ നല്ലൊരു പ്ലോട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഇവിടെയുള്ളവർക്ക് കഴിഞ്ഞിട്ടില്ലേ? അതിനകത്തിപ്പോൾ ദിലീപാണ് പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് ആരും മുന്നോട്ട് പോകാൻ പാടില്ല. യഥാർത്ഥ പ്രതി കണ്ടുപിടിക്കപ്പെടണം. ഇവിടെ പൾസർ സുനിയുടെ ഇന്ന് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടായ ഒരു കാര്യം പറഞ്ഞ് ഞാൻ തുടങ്ങാം. പൾസർ സുനി എന്ന പറഞ്ഞ ഹബിച്വൽ ഒഫൻഡർ, അയാൾ ഈ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടില്ല എന്ന് ആര് വാദിച്ചാലും ഇനി അത് നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. ആ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തു എന്ന് പൾസർ സുനി അഡ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് കോൺസ്പിറസിയെക്കുറിച്ച് പറയാൻ തന്നെ സാധിക്കും. കോൺസ്പിറസി ഉണ്ട് എന്ന് പറയുന്നത് ഈ ക്രൈമിലാണ്, ഈ ഒഫൻസിലാണ്. ഈ ഒഫൻസ് നടന്നു, അതിൽ കോൺസ്പിറസി ഉണ്ടെന്ന് പറയാൻ പറ്റുന്ന ഒന്നാമത്തെ ആൾ പൾസർ സുനിയാണ്. കാരണം അയാളാണ് അത് കമ്മിറ്റ് ചെയ്ത ആൾ. അപ്പോൾ അത് പറഞ്ഞിട്ട് അത്തരം ഒരു ക്രിമിനൽ പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോൺസ്പിറസിയിലേക്ക് പോവുകയാണ്. ആദ്യത്തെ കാര്യം റിയൽ എസ്റ്റേറ്റ് ട്രാൻസാക്ഷനാണ് ഇത്തരം കാര്യങ്ങളിൽ, അതായത് പറഞ്ഞ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈമുകൾ കോൺസ്പയർ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നതിന് റിയൽ എസ്റ്റേറ്റിലെ പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ മോട്ടീവാണ് ഇഷ്യൂ. എന്തായിരുന്നു ട്രാൻസാക്ഷൻ, എന്തായിരുന്നു ഇത്തരം ഒരു ക്രൈം ചെയ്യാൻ ആവശ്യമാകുന്ന തരത്തിൽ പ്രൈം കോൺസ്പിറേറ്റർ ചിന്തിപ്പിച്ച ആ ട്രാൻസാക്ഷൻ എന്തായിരുന്നു? ആ ട്രാൻസാക്ഷനിൽ നിന്ന് തുടങ്ങിയാൽ താഴേക്ക് അതിന് വേറൊരു പ്രതിവിധി ഉണ്ടായിരുന്നില്ല, ഒരു ലീഗൽ റെമഡി ഉണ്ടായിരുന്നില്ല. ആ ട്രാൻസാക്ഷനിലുണ്ടായ ലോസ് അയാൾക്ക് മാനേജ് ചെയ്യാൻ. ആ ലീഗൽ റെമഡി ഇല്ലാത്തപ്പോൾ അയാൾ ഒന്നുകിൽ അയാളുടെ 2-3 സുഹൃത്തുക്കളുമായി ആലോചിച്ചിട്ടുണ്ടാകാം. ആലോചിച്ചിരുന്നതിന് ശേഷം ഒരു തീരുമാനമെടുത്തു, വേറെ പ്രതിവിധിയൊന്നുമില്ല, ലീഗൽ റെമഡി ഇല്ല, നമുക്കൊരു ഇല്ലീഗൽ റെമഡിയിലേക്ക് പോകാം, അതിന് ഇന്നയാളെ ചുമതലപ്പെടുത്താം. ഇന്നയാളെ അവരോട് സംസാരിക്കാൻ തീരുമാനിക്കുന്നു, അവരുടെ റേറ്റ് ഫിക്സ് ചെയ്യുന്നു, ആ ഒരു പ്ലോട്ട് അവർ പ്ലാൻ ചെയ്തു നടപ്പിലാക്കുന്നു. ഇനി അതിൻ്റെ ചില ലിങ്കുകളാണ് ഇപ്പോൾ കാണുന്നത്. അതൊരു ഫോൺ കോൾ ഒരാളെ വിളിച്ചു, അതാരെടുത്തു, അത് ഈ പറഞ്ഞ മൊത്തം ക്രൈമിനകത്തെ ഒരു പോർഷൻ, ഒരു സപ്ലിമെൻ്ററി ലിങ്ക് മാത്രമാണ്. ആ ലിങ്കിൽ നിന്നും ആ ഫോൺ വിളിച്ചു എന്നുള്ളത് അവർക്ക് ബോധ്യമുണ്ട്, അതിന് എവിഡൻസ് ഉണ്ട്. ആരറ്റൻഡ് ചെയ്തു എന്നത് അവിടെ നിന്നാണ് എവിഡൻസ്, വിളിച്ച ആൾക്ക് പറയാൻ പറ്റില്ല, എടുത്തയാളുടെ ആ പോർഷനിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കോൺസ്പിറസിയിലെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഡിഫിക്കൽട്ടി എന്താണെന്ന് ചോദിച്ചാൽ, ഇൻസിഡൻറ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അതിന് തെളിവുകളുണ്ടാക്കാൻ എളുപ്പമാണ്. കോൺസ്പിറസി ആ കമ്മിറ്റ് ചെയ്ത ഒറിജിനൽ ഒഫൻഡറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക, അവൻ്റെ മൊഴിയിൽ നിന്നാണ് തുടങ്ങുന്നത്. അവിടുന്ന് കോൺസ്പിറസിയിൽ നമ്മൾ പോകുമ്പോൾ ആളെ കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, അവരെ മുഴുവൻ പിടിച്ച് ചുറ്റുകെട്ടാനുള്ള തെളിവുകൾ വേണം. ആ തെളിവുകൾ കിട്ടാതെ വന്നാൽ ഈ പറഞ്ഞ കോൺസ്പിറേറ്റർ രക്ഷപ്പെടും. ആ രക്ഷപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദിലീപിലേക്ക് ചൂണ്ടിക്കൊണ്ടൊന്നും നമ്മളിപ്പോൾ പറയരുത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. കാക്കനാട്ട് ഒരു വസ്ത്രസ്ഥാപനത്തിൽ ഒരു റെയ്ഡ് നടന്നു. ആ റെയ്ഡ് നടന്നതോടുകൂടി അതിൻ്റെ ഉടമ പ്രതിയാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറയാൻ പാടില്ല. ആ റെയ്ഡ് നടന്നതിൻ്റെ കാരണം പറയാം. ഒരു മൊഴിയുണ്ട്, ഞാൻ ഈ തൊണ്ടി സാധനം അവിടെ കൊടുത്തു എന്നൊരു മൊഴിയുണ്ട്. ആ മൊഴി കിട്ടിയ മൊമെൻറ്റ് അവിടെ കൊടുത്തു എന്ന് പരിശോധിക്കണമല്ലോ. അവിടെ പോയി റെയ്ഡ് നടത്തി, അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ അയാൾ കൊണ്ടു കൊടുത്ത സമയം പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അവിടെ ആരായിരുന്നു ചാർജിലുണ്ടായിരുന്നത് എന്ന് അതിൻ്റെ ഉടമസ്ഥയോട് ചോദ്യം ചെയ്യേണ്ടി വരും. അതിനർത്ഥം അവർ പ്രതിയാകണമെന്നല്ല. അതുകൊണ്ട് പോലീസ് ഇതിൻ്റെ കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടായിരിക്കുന്നതെങ്കിൽ ഒരു കുഴപ്പവുമില്ല, നല്ല ഇൻവെസ്റ്റിഗേഷനാണ് നടക്കുന്നത്. പക്ഷേ സെൻകുമാർ ഇറങ്ങിപ്പോകുമ്പോൾ DGP പറഞ്ഞൊരു കാര്യമുണ്ട്, കോർഡിനേഷൻ്റെ ക്വസ്റ്റ്യൻ. ആ കോർഡിനേഷനിൽ ഇതിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള ഇൻവെസ്റ്റിഗേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ടോപ്പിൽ നിന്ന ഒരു ഓഫീസർ ഈ ചോദ്യം ചെയ്യലിനെക്കുറിച്ചോ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് മനസ്സറിവുണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് സ്റ്റേറ്റ് പോലീസ് ചീഫ് എന്ന നിലയ്ക്ക് അത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും അറിയില്ലായിരുന്നു. അത് അറിയാതായത് എന്തുകൊണ്ട്? പിറ്റേന്ന് രാവിലെ പുതിയ സ്റ്റേറ്റ് പോലീസ് ചീഫിന് മുമ്പിൽ വെച്ച് ചീഫ് മിനിസ്റ്റർ വിളിച്ചിട്ട് കോർഡിനേഷൻ ഉണ്ടാക്കുന്നു. സൂപ്പർവൈസറി നടത്തിയ ഒരു ഓഫീസറെയും ഈ പറഞ്ഞ ഹെഡിനെയും കൂടെ ഇരുത്തിയിട്ട് അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു, ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടാകാൻ പറഞ്ഞു. പക്ഷേ അവിടെയും ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഈ പറഞ്ഞ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഹെഡിനെ അതിനകത്ത് ഉൾപ്പെടുത്തിയില്ല? അതിനൊരു കാരണമുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണം. യഥാർത്ഥ പ്രതിയിലേക്കാണോ പോകുന്നത് നമ്മൾ സംശയിക്കണം. അതിലേക്ക് പോകട്ടെ, അത് ടീമിൻ്റെ ഒരിക്കലും മൊറയിലൊന്നും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇൻവെസ്റ്റിഗേഷൻ അവർ സത്യസന്ധമായിട്ടായിരിക്കും പോകുന്നത്, അവരെ നമ്മൾ മോശപ്പെടുത്തി സംസാരിക്കാനും പാടില്ല. അത് കൺക്ലൂഡ് ചെയ്തെത്തുമ്പോൾ ഇതിനകത്ത് യഥാർത്ഥ കോൺസ്പിറേറ്റർ എത്തിയിട്ടില്ല എന്ന് വിക്ടിമിന് തോന്നിയാൽ, അല്ലെങ്കിൽ ഈ സംഘടനകൾക്കൊക്കെ തോന്നിയാൽ, കോടതിയിൽ ഇതിൻ്റെ കേസ് ഡയറി വിളിച്ചു വരുത്തുന്ന തരത്തിലുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. ഇവിടെ പൾസർ സുനി ഒന്നുമില്ല, അയാളൊരു ഹബിച്വൽ ഒഫൻഡറാണ്. അവരെ സപ്പോർട്ട് ഇന്ന് കോടതിയിൽ ഒരു പിടിവലിയല്ലേ ഈ പ്രതിക്ക് വേണ്ടിയോ? ഈ പ്രതിക്ക് വേണ്ടി പിടിവലി നടത്തേണ്ട കാര്യമുണ്ടോ? ഇവനെപ്പോലുള്ള ഹബിച്വൽ ഒഫൻഡേഴ്സല്ലേ നമ്മുടെ സഹോദരിമാർക്കെതിരെ ഇത്തരം പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരെയൊക്കെ മാറ്റി നിർത്തുക. പക്ഷേ അതിനേക്കാൾ ഭീകരനായ ഒരാൾ, ഒരു കോൺസ്പിറേറ്റർ ഉണ്ടെങ്കിൽ ആ കോൺസ്പിറേറ്ററെ ഐഡൻറ്റിഫൈ ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ കൊടുക്കണം. ഒരിക്കലും അതിൽ ദിലീപാകരുതെന്ന് നമ്മൾ ആഗ്രഹിക്കും. കാരണം അഡ്വക്കേറ്റ് ആളൂർ, അതാണ് നേരത്തെ ചോദിച്ചതിൻ്റെ ഭാഗം തന്നെയാണത്. ഒരു പിടിവലി ഇന്ന് അഡ്വക്കേറ്റ് ടിനിയുമായി നടന്നു. അത് ഇത്തരം കൊടും ക്രിമിനലിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഞാൻ താങ്കളുടെ ഇൻവോൾവ്മെൻറ്റ് ചോദിച്ചത്. ഒരു കാര്യം പറഞ്ഞ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായോട്, അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഒരു മൊഴി കൊടുത്തു എന്ന്.
ഈ കോൺസ്പിറേറ്റർ ആകുന്ന എപ്പോഴാണ്? ഈ പറയുന്ന സുനിൽ കുമാർ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു മാപ്പുസാക്ഷിയാവുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. അതുവരെ ഇപ്പോൾ പ്രതിയാണ് ഈ മൊഴി കൊടുത്തത് എന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? ഇത് പോലീസിൻ്റെ ഒരു വളച്ചുകെട്ടലിലൂടെ കൊണ്ടുവരുന്ന പിൽക്കാലത്ത് താങ്കൾക്ക് പറയാനുള്ള ഒരു കാര്യം അത് പോയിക്കോട്ടെ. പക്ഷേ അങ്ങയുടെ ചോദ്യത്തിലേക്ക് ഞാൻ കടക്കാം. ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ഒരു ക്രിമിനൽ അഭിഭാഷകൻ ക്രിമിനലിൻ്റെ കേസല്ലേ എടുക്കുക? അല്ലാതെ ഇവിടെ വളരെ സത്യസന്ധരായ അല്ലെങ്കിൽ നമ്മുടെ ഹരിചന്ദ്രന്റെ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾ കേസെടുത്ത് കോടതിയിൽ ഈ പറയുന്ന പിടിവലി എന്ന് പറയുന്നത് ആ കാര്യത്തെക്കുറിച്ച് പറയാം. ഞാനൊരു പ്രൊഫഷണൽ എത്തിക്സ് ഉള്ള അഭിഭാഷകനായതുകൊണ്ട് മുൻ അഭിഭാഷകനെ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ ഈ പറയുന്ന ചർച്ചയിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു രസകരമായ അനുഭവമല്ല എൻ്റെ ഓഫീസിൽ നിന്ന് ഈ പറയുന്ന അഡ്വക്കേറ്റുമായി ബന്ധപ്പെട്ടപ്പോൾ ഉണ്ടായത്. അത് പറയുന്നത് വളരെ വളരെ ഈ പറയുന്ന സഭയിൽ പറയുന്നത് വളരെ മോഹമുണ്ട്. കാരണം ഒരു കക്ഷി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു അഭിഭാഷകനാണ്, എന്നെ ഒരു കക്ഷി പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ നിമിഷം തന്നെ വക്കാലത്തൊഴിഞ്ഞ് നോ ഒബ്ജക്ഷനും കൊടുത്ത് കക്ഷിയോട് പൊക്കോളാൻ പറയും. താങ്കളല്ലല്ലോ അഡ്വക്കേറ്റ് ഓഫീസിൽ വിളിച്ചിട്ട് വക്കാലത്ത് ഒഴിയണമെന്ന് പറയേണ്ടത് സുനിയാണല്ലോ. ഇന്നിപ്പോ അഡ്വക്കേറ്റ് ടെനി പറഞ്ഞത് എന്താണ്? സാധാരണഗതിയിൽ ഒന്നുകിൽ ബന്ധുക്കൾക്ക് അല്ലെങ്കിൽ ആ പ്രതിയുടെ അഭിഭാഷകന് ആണ് സാധാരണഗതിയിൽ കാണാൻ കഴിയുക. പക്ഷേ ഇവിടെ താങ്കൾ അങ്ങോട്ട് ചെന്ന് ജയിലിൽ ചെന്ന് വക്കാലത്ത് വാങ്ങുന്ന ഒരു രീതിയാണ് അവലംബിച്ചിട്ടുള്ളത്. മാത്രമല്ല അവിടെ വന്നതിന് ശേഷം നികേഷ് പറയുന്നത് കേൾക്കൂ. രണ്ട് തരത്തിലാണ് ഒരു പ്രതിക്ക് വക്കീലിനെ മാറ്റാൻ സാധിക്കുന്നത്. ഒന്ന്, ഈ പറയുന്ന നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റോടെ ഒരു വക്കാലത്ത് ഫയൽ ചെയ്യുക. അല്ലെങ്കിൽ പ്രതിക്ക് വേറെ വഴികളില്ല, പ്രതിക്ക് ഒരു അപേക്ഷ നൽകേണ്ടി വരുന്നു, ആദ്യത്തെ അഭിഭാഷകൻ യഥാർത്ഥമായ രീതിയിൽ കേസ് നടത്തുന്നില്ല, അതുകൊണ്ട് എനിക്ക് വേറെ ഒരു അഭിഭാഷകനെ വെക്കണമെന്നൊരു അപേക്ഷ കൊടുക്കാം. ഇത് ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ അനുവദിക്കുന്നതാണ്. ഞാൻ ഒരു കാര്യം ഓർക്കുന്നു, സൽമാൻ ഖാന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റിനെതിരെ ഒരു നടപടി നടന്നിരുന്നു. എന്തായിരുന്നു കാര്യം? ഒരു കക്ഷിക്ക് വേണ്ടി അദ്ദേഹത്തിന് യഥാസമയത്ത് കോടതിയിലെത്താൻ സാധിച്ചില്ല. അപ്പോൾ ഒരേപോലെ ഉത്തരവാദിത്തമാണ് ഈ ജോലി ഏറ്റെടുക്കലും ഈ ജോലി നടത്തലും എന്ന് പറയുന്നത്. അങ്ങനെ അതിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ തീർച്ചയായിട്ടും മറ്റ് അഭിഭാഷകരിലേക്ക് അക്കാര്യത്തിൽ ഒരു മത്സരം നടന്നിരുന്നു. ഒരു ഏറ്റവും ക്രൂരനായ സമീപകാലത്ത് ഏറ്റവും ക്രൂരനായ പ്രതിക്ക് വേണ്ടി അതിൻ്റെ വക്കാലത്തിന് വേണ്ടിയുള്ള ഇവിടെ നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചൂണ്ടിക്കാണിച്ച ഒരു വിഷയം, ശ്രീ വിനയൻ നോക്കൂ, റിയൽ എസ്റ്റേറ്റ് വലിയ തരത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ ഈ ക്രിമിനൽ വൽക്കരണത്തിന് തുടക്കം കുറിക്കുകയോ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ കേൾക്കുന്നത് മയക്കുമരുന്നിൻ്റെ സ്വാധീനമാണ്. ഇത്രയും ക്രൂരമായ പീഡനത്തിന് അതിൻ്റെയൊക്കെ ഹാങ് ഓവറെങ്കിലും ഏറ്റവും കുറഞ്ഞത് ആവശ്യമാണല്ലോ. അങ്ങനെ പുതിയ ശീലങ്ങൾ, പുതിയ രീതികൾ മലയാള സിനിമാ ഇൻഡസ്ട്രിയെ ചീത്തയാക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നികേഷ്, ഇത് നേരത്തെ ഈ കാര്യങ്ങൾക്ക് ഞാൻ പ്രതികരിച്ചതാണ്. അന്ന് വളരെ ശക്തമായിട്ട് ചിലർ കയറി പറഞ്ഞു സിനിമയിൽ മയക്കുമരുന്നോ അങ്ങനെയുള്ള ഗുണ്ടായുസോ ഒന്നുമില്ല. ആരാ പറഞ്ഞത്? അത് വിനയനിപ്പം സിനിമയിൽ ചില വിലക്കൊക്കെ ഉള്ളതുകൊണ്ട് മനഃപൂർവ്വം പറയാന്നൊക്കെ എന്നോട് പറഞ്ഞവരുണ്ട്. ഞാൻ ചിരിക്കുകയുള്ളത് കേട്ടിട്ട്. കാരണം ക്രിമിനൽ വർക്കണം നമ്മളൊരു ഒരു പൊസിഷൻ കഴിഞ്ഞാൽ ഈ നമ്മുടെ അസോസിയേഷന്റെ പല നേതാക്കന്മാരെ, ഞാൻ ദിലീപിനെ മാത്രം ഉദ്ദേശിച്ചല്ല, പല അസോസിയേഷന്റെ നേതാക്കന്മാരുടെയൊക്കെ അവസ്ഥ, ഒരു പൊസിഷൻ കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇത്തരം ക്രിമിനൽസുകളുടെ ഒരു ആവശ്യമോ അല്ലെങ്കിൽ അവരുടെ കാര്യം നടത്താനോ അവരുടെ നിലനിൽപ്പിനുമായിട്ട് അവർക്ക് വേണ്ടി വരും. കാരണം ഒരു വലിയ പൊസിഷനിലോട്ട് എത്തുകയാണ്. ഓരോ നിമിഷവും സിനിമ കൊണ്ട്, സിനിമയിലെ അസോസിയേഷൻ കൊണ്ടോ സിനിമയിലെ പ്രൊഡക്ഷൻ കൊണ്ടോ കയ്യിലെ ഒരു പൈസ ഇല്ലാത്തവർ പോലും വലിയ നിലയിലോട്ട് എത്തുമ്പോൾ, അല്ലെങ്കിൽ ഒരു അസോസിയേഷന്റെ വെറും സെക്രട്ടറി ആയിട്ട് വന്നിട്ട് സിനിമ മൊത്തം കൈപ്പിടിയിലാക്കുന്നവർക്കൊക്കെ അവർക്ക് ഇത്തരം ക്രിമിനൽസിന്റെ സപ്പോർട്ട് വേണം. അപ്പൊ നമ്മളറിയാതെ ഈ പൾസർ സുനി എന്ന് പറയുന്ന ആള് ഇന്ന് ക്രിമിനലായെന്ന് അറിഞ്ഞവരൊന്നുമല്ല, എല്ലാവർക്കും അറിയാം. ഇദ്ദേഹത്തിന്റെ സുരേഷ് കുമാർ അറിയാം, ഇദ്ദേഹം കേസ് കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിനെതിരെ. നികേഷിന് അറിയാം, ഇദ്ദേഹം ഡ്രൈവറായിരുന്നപ്പോൾ ക്രിമിനലാണെന്നറിയാം. ജോണി സാഗരിയ എന്ന് പറയുന്ന നിർമ്മാതാവിനറിയാം. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ലാലിന്റെ പടത്തിൽ അറിഞ്ഞുകൊണ്ട് അറിയാതെ എന്നൊക്കെ പറയാം, പക്ഷെ അറിയാതിരിക്കുമോ? നമുക്കറിയാമല്ലോ, നമ്മുടെ ഒരു ഗ്രൂപ്പിൽ ഒരു ക്രിമിനൽ വന്ന് ഇയാളെ പറ്റി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ നമ്മളൊക്കെ അറിയുമല്ലോ. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്ലസ് ഈ പറയുന്ന പൾസർ സുനിയൊക്കെ മയക്കുമരുന്നിന്റെ ഉപയോഗം ഇല്ലാത്തവരാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ സിനിമയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, സിനിമയിൽ പ്രൊഡക്ഷൻ കൺട്രോളർമാർ ചില നടന്മാരെ വിളിക്കാൻ മയക്കുമരുന്നും കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വരെയുണ്ട്. കാരണം കഞ്ചാവ് കൊടുത്താൽ ഞാൻ അപ്പൊ കയറി വരാമെന്ന് പറയുന്നത്. ഞാൻ ആരെയും ബ്ലെയിം ചെയ്യല്ല. ഒരു മാറ്റം
ഒത്തിരി പുതിയ നല്ല മാറ്റത്തിനൊപ്പം ഇത്തരം മോശമായ ചില മാറ്റങ്ങൾ കൂടി ഈ പിന്നെ ഭയങ്കരമായിട്ട് ഞാൻ ന്യൂ ജനറേഷനെ അക്സെപ്റ്റ് ചെയ്യുകയും അത് ഇഷ്ടപ്പെടുകയും അവരുടെ കാലമാണെന്ന് പറയുകയും ചെയ്യുന്നു. അതിനുവേണ്ടി വാദിച്ച ആളുമാണ് ഞാൻ. പക്ഷെ ഇത്തരം കടന്നുകയറ്റം മയക്കുമരുന്നിന്റെയോ അല്ലെങ്കിൽ ഡ്രഗ്സിന്റെയോ കടന്നുകയറ്റം ഇതിനകത്തുണ്ടെന്നുള്ള സത്യമാണ്. ഇവിടെ പിടിക്കപ്പെട്ട കേസുകൾ അല്ലെങ്കിൽ ഇവിടെ പല നടന്മാരെയും സംശയിക്കപ്പെട്ടത് അതൊക്കെ ഈ ഒരു സെലിബ്രിറ്റി സംഭവത്തിന്റെ പേരിൽ അതൊക്കെ മറന്നുകളയോ വിട്ടുകളയോ ഒക്കെ ചെയ്താൽ ഭാവി വരുന്ന തലമുറയ്ക്ക് അത് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഡ്രൈവേഴ്സ് ട്യൂണിൽ പോലും ഈ ക്രിമിനൽസുകളെ സംരക്ഷിച്ചവരാരാണ്, അത്തരം ഡ്രൈവർമാരെ ഉപയോഗിച്ചവരാരാണ്, അവർക്ക് എന്തായിരുന്നു ഇവരെ കൊണ്ടുള്ള നേട്ടം, അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ചാ വിഷയമാക്കണം. എങ്കിലേ ഇതിന്റെ പിന്നാമ്പുറങ്ങൾ നമുക്ക് വ്യക്തമായി കിട്ടാൻ പറ്റത്തുള്ളൂ. അഡ്വക്കേറ്റ് ആളൂർ, താങ്കൾക്ക് പോകാൻ സമയമായി. അതിനു മുമ്പ് ഈ നിലയിലുള്ള ഒരു ക്രിമിനൽ വൽക്കരണത്തിന്റെ ഇര തന്നെയാണോ സുനി? അങ്ങനെ ഈ ഒരു നിമിഷത്തിൽ പറയുന്നതിൽ അർത്ഥമില്ല. ക്രിമിനൽ വൽക്കരണത്തിൻ്റെ ഇരയാണ് സുനി എന്ന് പറഞ്ഞാൽ ഇനി ഒരു പക്ഷേ അങ്ങനെ ഉണ്ട് എന്ന് തന്നെ വയ്ക്കുക. അത് മാറ്റിയെടുക്കേണ്ടതാണല്ലോ. ഈ ജയിലുകളുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം അത് തന്നെയാണല്ലോ. ഒരു വ്യക്തിയെ ഇങ്ങനെ ക്രിമിനൽ വൽക്കരണത്തിൽ വന്നുപെട്ടാൽ മാറ്റിയെടുക്കണം. ഞാൻ പറഞ്ഞു, ഞാനെടുത്ത ഒരു കേസ് ബണ്ടിച്ചോറെന്ന് പറയുന്ന വ്യക്തിയുടെ കേസ് 700-ൽ പരം കേസുകൾ നടത്തിയ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്ത പ്രതിയുടെ കേസാണ്. അതുകൊണ്ട് നമുക്ക് കുറ്റം ചെയ്ത വ്യക്തിയുടെ സ്വഭാവശുദ്ധി നോക്കി കേസ് ഏറ്റെടുക്കാൻ സാധിക്കില്ല. ഈ കേസിൻ്റെ ഗൗരവം അത് ഇന്നും സുപ്രീം കോടതി പറയുന്നുണ്ട്, 1000 കുറ്റം ചെയ്തതുകൊണ്ട് പോലും ജാമ്യം നിഷേധിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ ഈ കുറ്റത്തിൽ ഗൗരവം, ഈ കുറ്റത്തിൽ ആ വ്യക്തി ചെയ്ത റോൾ എന്താണ്, ആക്റ്റീവ് റോൾ എന്താണ്, ഓവർടേക്ട് എന്താണ്, അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം ഓരോ വ്യക്തികളെക്കുറിച്ചും ആരോപിക്കാനായിട്ട്. ഞാൻ ഒരു കാര്യം പറയുന്നു, ക്രിമിനൽ ആയതുകൊണ്ട് മാത്രമായിരിക്കാം ഒരു പക്ഷേ ഇത്രയും കടുത്തൊരു ആരോപണം ഈ പറയുന്ന ക്രിമിനലിനെതിരെ കൊണ്ടുവരുന്നത് എന്നും ഒരു പക്ഷേ ക്രിമിനൽ അഭിഭാഷകനായി എനിക്ക് ചിന്തിക്കേണ്ടി വരുന്നു. ആലുവ പോലീസ് ക്ലബിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയാണ്. വിവരങ്ങളുമായി സഹിൻ ആന്റണി. സഹിൻ, യോഗം എത്ര മിനിറ്റ് നീണ്ടു കഴിഞ്ഞിരിക്കുന്നു? എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്? നികേഷ്, യോഗം 1 മണിക്കൂറിലധികം നീണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയും യോഗം നീളും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. IG ദിനേന്ദ്ര കശ്യപിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണത്തിലെ മുഴുവൻ ഉദ്യോഗസ്ഥരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏകദേശം 20ഓളം ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുവെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ അറസ്റ്റ് സംബന്ധിച്ച കാര്യങ്ങൾ തന്നെയാണ് യോഗത്തിൽ പ്രധാനമായും ഉദ്യോഗസ്ഥർ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് കൃത്യമായ ഒരു തെളിവ്, ശാസ്ത്രീയമായ ഒരു തെളിവ് ശേഖരിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു തെളിവ് ശേഖരിക്കണം. ഇതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് എത്തരത്തിലാണ് ഈ ഗൂഢാലോചന നടന്നിരിക്കുന്നത്, ഇത് ആരിലേക്കെല്ലാം ഈ അന്വേഷണം പോകേണ്ടതുണ്ട്, ആരെയെല്ലാം കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ട്, വരും ദിവസങ്ങളിൽ ആരെയെല്ലാം ചോദ്യം ചെയ്യണമെന്നത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. മാത്രമല്ല കൃത്യമായ ഒരു തെളിവ് പൾസർ സുനിയും ദിലീപും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടോ എന്ന് പോലും പോലീസിനെ വ്യക്തമാക്കാൻ ഈ ഒരു സമയത്ത് കഴിഞ്ഞിട്ടില്ല. ആ ഒരു തെളിവ് ശേഖരിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്. ഞാൻ മടങ്ങിയെത്താം സഹിൻ. ശ്രീ പല്ലിശ്ശേരി, ഇപ്പോൾ സഹിൻ ആന്റണി ആലുവ പോലീസ് ക്ലബിന് മുന്നിൽ നിന്ന് സൂചിപ്പിച്ചതുപോലെ പൾസറും ദിലീപും തമ്മിൽ നേരിട്ട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ സാൻഡ്വിച്ച് കോളിംഗ് പോലുള്ള കാര്യങ്ങളിൽ രണ്ടുപേർ ഇടനില നിന്നുകൊണ്ട് ഇവരുടെ ഇടയിൽ കണക്റ്റിംഗ് പോയിന്റായി മാറിയിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നത്, അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്നത്. ആ നിലയിൽ വലിയ ബുദ്ധിയുള്ളവരാണ്. ഇങ്ങനെ ഒരു ക്രൈം ചെയ്യാനുള്ള ക്രൂരത ഇവരിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഒരാളുടെ പേരും എടുത്തു പറയുന്നില്ല, നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ ചൂണ്ടിക്കാണിച്ചതുപോലെ. പക്ഷേ എങ്കിൽ പോലും അത് ആരാണ് ചെയ്തത് എങ്കിലും ആരാണ് ചെയ്തത് എന്നിരിക്കട്ടെ, അവർക്ക് ഈ നിലയിൽ വലിയ ബുദ്ധിയുള്ള ആളുകളാണ് ഇത് ചെയ്തത് എന്ന് നമുക്കിപ്പോൾ ബോധ്യമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങളല്ലേ, അല്ലെങ്കിൽ ഈ പോലീസിൻ്റെ അനിശ്ചിതത്വം അതല്ലേ നമ്മെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത്? ശ്രീ പല്ലിശ്ശേരി, കോട്ടയത്തിലേക്ക് പോകാം. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഈ സാൻഡ്വിച്ച് കോളിംഗ് ഒക്കെ നമുക്ക് നമ്മുടെ കോളിൽ നിന്ന് വേറൊരു കോളിലേക്ക് ഫോൺ വരുന്നത് പിന്നീട് ഒരു രേഖയായി മാറുന്നു എന്ന് സംശയം വരുമ്പോൾ നമ്മൾ ചെയ്യാവുന്ന, അല്ലെങ്കിൽ സാധാരണ ഒരാൾ ചെയ്യുന്നൊരു പണിയാണിത്. അപ്പോൾ ഈ ക്രൈം ആ നിലയിലാണ് നമ്മൾ കാണേണ്ടത്. വലിയൊരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു, വലിയൊരു ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്ന് അതെന്തായാലും നമുക്ക് ഉറപ്പിക്കാൻ കഴിയും, അല്ലേ? ഇതൊരു പൾസർ സുനിയുടേതല്ല എന്ന് വ്യക്തമാകുന്നതിലൂടെ, നേരത്തെ പറഞ്ഞ കത്ത് അടക്കമുള്ള കാര്യങ്ങളിലൂടെ പൾസർ സുനി പറയുന്നു ഞാനല്ല ഇത് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി മാത്രമല്ല എന്ന് പറയുന്നു.
അപ്പോൾ അത് ശരിയാണെങ്കിൽ, വസ്തുതയാണ് എങ്കിൽ വലിയൊരു ആസൂത്രണം ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതാണ് നേരത്തെ ആഷിഖ് കപൂർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതെ, അല്ല അതിനകത്ത് ഒരു കാര്യം, പൾസർ സുനിക്ക് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഈ നടിയെ ആക്രമിക്കാനുള്ള ഒരു മോട്ടീവിൻ്റെ കാരണങ്ങളൊന്നുമില്ല. അത് വേറെ ആരോട് വേണമെങ്കിലും ചെയ്യാമല്ലോ. അങ്ങനെ ഒന്ന് ചെയ്യാനാണെങ്കിൽ അത് പ്ലാൻ ചെയ്ത് ദിവസങ്ങളോളം അതിനുവേണ്ടി ശ്രമിച്ച്, അപ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടി. നേരത്തെ സുരേഷ് കുമാർ പറഞ്ഞിരുന്നു, മേനക എന്ന് പറയുന്ന പഴയകാല നടി, അവരെ ഈ നിലയിൽ ഉപദ്രവിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ഇതേ പൾസർ സുനിയെ കുറിച്ച് തന്നെ. അതെ, അല്ല ഞാൻ പറയുന്നത്, അങ്ങനെ അന്ന് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. ഇന്ന് ഇതിനു വേണ്ടി പലതവണ അറ്റംപ്റ്റ് നടത്തി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ പലതവണ അറ്റംപ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം ഇതൊരു ഏൽപ്പിച്ച ജോലി ചെയ്യലിൻ്റെ ഭാഗമായിട്ട്, അതായത് കൊട്ടേഷനാണ് എന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അപ്പോൾ അത് ആര് ചെയ്തു എന്നത്, ഈ പൾസർ സുനിക്ക് ഇപ്പോൾ ഒരു ഇൻറ്റൻഷനുണ്ട്. അതായത് ഏപ്രിൽ 13-ാം തീയതി ഇയാളൊരു കത്തെഴുതുന്നു, 21-ാം തീയതി ദിലീപ് പരാതി കൊടുക്കുന്നു. ഈ കത്തെഴുതുന്നത് വരെ ഇദ്ദേഹത്തിന് കോൺസ്പിറസിയുടെ ആളുകളെക്കുറിച്ചൊന്നും അദ്ദേഹത്തിനൊന്നും പറയാനില്ല, ഈ പ്രതിക്ക് പറയാനുണ്ടായിരുന്നില്ല, ഈ സുനിക്ക്. അതിനുശേഷം ഇത് പണം കിട്ടില്ല എന്ന് തോന്നുന്ന സമയത്താണ് ഒരു കോൺസ്പിറസിയെക്കുറിച്ച് പറയുന്നതും അതിൻ്റെ ലിങ്കുകളൊക്കെ പറയുന്നതും. അപ്പോൾ കുറേ കാര്യങ്ങൾ, കുറേ രഹസ്യങ്ങൾ അറിയാവുന്ന ഒരു പ്രതിയാണ് പൾസർ സുനി. അപ്പോൾ ഇത് പറയുന്നതിലൂടെ ഒരു പ്രതികാരമാണ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ സുനിലിൻ്റെ പ്രതികാരമാണ്. സുനിൽ ചെയ്യുന്ന പ്രതികാരം ഇതാണ്: ഞാൻ ഒരു ജോലി ചെയ്തത് പണത്തിന് വേണ്ടിയാണ്, ആ പണം കിട്ടിയിട്ടില്ല, അങ്ങനെയെങ്കിൽ ഞാൻ മാത്രമായിട്ടല്ല നിങ്ങളും കുടുങ്ങും. ഇതാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോൺസ്പിറസിയിൽ എത്തിയിരിക്കുന്നത്. സത്യത്തിൽ സുനിലിൻ്റെ മൊഴിയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ആദ്യം തന്നെ കോൺസ്പിറസിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമായിരുന്നു. കുറ്റപത്രം കൊടുത്ത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഈ എനിക്കിടയിലുള്ള രണ്ട് ചോദ്യങ്ങൾ. ഒന്ന്, ജിൻസൺ പറയുന്നത് നാദിർ ഷായുമായിട്ട് അവിടെ നിന്ന് ഫോണിൽ സംസാരിച്ചിരുന്നു. ഒരു മൊഴിയും ഒരു പണവും ഇടപാടും സംബന്ധിച്ച് യാതൊരു തർക്കവും അവരുണ്ടായിരുന്നില്ല എന്ന്. അപ്പോൾ ഈ നിലയിലൊരു ക്രൈം ചെയ്യാൻ മനസ്സുള്ളവരാണ് എങ്കിൽ ഈ പണം അവർക്ക് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ദിലീപാണ് എന്ന് കരുതുക, അല്ലെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഒരാളാണെന്ന് കരുതുക? ഈ പണം കൊടുക്കാതിരിക്കുന്നതിലൂടെ, കാര്യങ്ങൾ ഇത്രയും വഷളാക്കുന്നതിലൂടെ എന്തുദ്ദേശമാണ് അവർക്ക്? അല്ല, അത് ഇത്രയും ഒന്ന് ഞാൻ പറയാം, ഇത് ഇങ്ങനൊരു സംഭവമേ ഉണ്ടാകില്ല എന്ന് കരുതിയ ക്രൈമായത്. അതായത് വിക്ടിം ഒരിക്കലും ഒരു മൊഴി കൊടുത്ത് ക്രൈം എടുപ്പിക്കില്ല എന്ന് കരുതിയിട്ടാണ് ആദ്യം തുടങ്ങുന്നത്. അത് മൊഴി കൊടുത്ത് ക്രൈം എടുക്കുന്നതിലൂടെ അതങ്ങ് പൊളിഞ്ഞു. അത് പൊളിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ പ്ലാനുകൾ മൊത്തം മാറുക. പിന്നെ അറസ്റ്റിലേക്ക് പോവുക. ഈ അറസ്റ്റിലേക്ക് പോകുന്നില്ല, വിക്ടിം മൊഴി കൊടുക്കുന്നില്ലെങ്കിൽ അന്ന് വൈകിട്ട് ട്രാൻസാക്ഷൻ കഴിഞ്ഞു, അവരാരും പിരിഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ എടുക്കാവുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് അത് പൊളിയുന്നത് വിക്ടിമിൻ്റെ മൊഴിയും ഈ സുനിൽ ഒളിവിലേക്ക് പോവുകയും പിന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ആരെയും കോൺടാക്ട് ചെയ്യാനും കോൺടാക്റ്റിനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. കോൺടാക്റ്റിന് വേണ്ടിയിട്ട് അയാൾ ഇവിടെയൊക്കെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ആ ശ്രമമെല്ലാം നടത്തിയതിന് ശേഷം നടക്കാതെ ജയിലിലെത്തുകയും ചെയ്തു. ഇവന് ആക്സിഡൻ്റായിട്ട് അവസാനം ഈ പറഞ്ഞ പ്ലാനെല്ലാം പൊളിഞ്ഞ് ജയിലിലെത്തി. ജയിലിലെത്തുമ്പോഴും അയാളുടെ പണം കയ്യിലെത്തിയിട്ടില്ല. പണം കയ്യിലെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന അയാൾ കുറ്റപത്രം കൊടുത്ത് കഴിയട്ടെ, അതിനുശേഷം എങ്ങനെയെങ്കിലും കോൺടാക്ട് ചെയ്യാം. അതിന് വിഷ്ണു എന്ന് പറഞ്ഞ ഒരാൾ ചുമതലപ്പെടുത്തുന്നു. അയാൾ പോയി ഫോണും ഒക്കെ ആയിട്ട് വരുന്നു. അവിടെ നിന്നിട്ട് നെഗോസിയേഷൻ ആരംഭിക്കുന്നു. ആ നെഗോസിയേഷൻ പൊളിയുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. ആ പൊളിയുന്ന മൊമെൻറ്റിലാണ് ഈ മൊഴികളെല്ലാം വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ ഇത് സത്യമായിരിക്കാം, കള്ളമായിരിക്കും ഈ പറയുന്നതൊക്കെ. പക്ഷേ മൊഴി പറഞ്ഞിരിക്കുന്നത്, ഇത് നടത്തിയ ആൾ പറയുന്ന മൊഴികളെ കൊറോബറേറ്റ് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്ന എവിഡൻസ് പോലീസ് കണ്ടെത്തുന്നത് കൊണ്ടാണ് പോലീസ് വീണ്ടും വീണ്ടും റെയ്ഡ് ചെയ്ത് പോകുന്നത്. ഈ പറഞ്ഞ മൊഴി മുഴുവൻ കള്ളമാണെന്ന് ഒറ്റയടിക്ക് ബോധ്യപ്പെടുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റിഗേഷനൊന്നും ഇത്രയും പോകേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ രണ്ട് തലത്തിലാണ്, അല്ലെങ്കിൽ രണ്ട് ഘട്ടത്തിലാണ് നടന്നത് എന്ന് പോലീസിനെ ന്യായീകരിക്കുന്ന ചിലർ പറയുന്നു. അതെ, ആദ്യം കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രതിക്ക് സ്വാഭാവികമായും ഒരു കോൺഫിഡൻസ് ഉണ്ടാകും. പ്രതിയിൽ ഫോൺ എത്തിക്കുന്നതിലൂടെ ആരാണോ ഇതിൻ്റെ അടിവേരുകൾ, അവരിലേക്ക് ഈ കോളുകൾ പോകുമെന്ന് അറിയുന്ന പോലീസ് അത് ബോധപൂർവം ചെയ്തതാണ് എന്ന്. അങ്ങനെയാണെങ്കിൽ പോലീസിൻ്റെ ആക്ഷൻ വളരെ കൃത്യമായിരുന്നു എന്ന് പറയണം. കാരണം ആദ്യത്തെ ഘട്ടത്തിൽ ഈ തരത്തിലുള്ള തെളിവുകൾ പുറത്തു വരില്ലായിരുന്നു. ഇപ്പോൾ ഈ ഫോൺ നമ്പർ നിരീക്ഷിക്കുകയാണെങ്കിൽ, പോലീസ് കൊടുത്തു എന്ന് നമ്മൾ പറയുന്ന ഈ ഫോൺ നമ്പർ നിരീക്ഷിക്കുകയാണെങ്കിൽ ആരെയൊക്കെ വിളിച്ചു എന്ന് അത് റെക്കോർഡ് ചെയ്യണമെങ്കിൽ റെക്കോർഡ് ചെയ്യാം. അതിൻ്റെ പൂർണ്ണമായ കണ്ടന്റിന് വേണ്ടി ഈ പറയുന്ന ജിൻസൺ അടക്കമുള്ളവരെ യഥാർത്ഥത്തിൽ പോലീസ് തന്നെ അവിടെ പ്ലാൻ ചെയ്തതാണെങ്കിൽ അവൻ്റെ ബാക്കിയുള്ള സംസാരങ്ങൾ കൂടി ഇതൊക്കെ കഥകളാണ്. വെരി ഹാപ്പി. കാരണം എന്താണെന്ന് വെച്ചാൽ പോലീസ് അങ്ങനെ ചെയ്തതാണെങ്കിൽ വിൽ ബി വെരി ഹാപ്പി ഓഫ് ദി പോലീസ് സിസ്റ്റം ഇൻ ദി സ്റ്റേറ്റ്. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു പോലീസാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ സുരക്ഷിതരാണെന്ന് നമുക്ക് കരുതാം. അങ്ങനെയാണെന്ന് തന്നെ കരുതാം. അങ്ങനെ കരുതിന് മുന്നോട്ട് പോകാം. കാരണം ഇതിനൊരു സപ്ലിമെൻ്റ് ചെയ്യാൻ ഒരു കാര്യം കൂടെ പറയാം.
ദിലീപിന്റെ പരാതിയിൽ എന്തുകൊണ്ട് പോലീസ് അന്വേഷണം നടത്തിയില്ല? പരാതി കിട്ടിയ അന്ന് ജയിൽ അധികൃതർക്ക് എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല എന്ന ചോദ്യത്തിന്റെ മറുപടി ഇതിനകത്തുണ്ട്. പോലീസ് പ്ലാൻ ചെയ്തതാണെങ്കിൽ അത്തരം നടപടിയുടെ ആവശ്യമില്ലല്ലോ. ഫോൺ വിളിക്കാൻ അനുവദിച്ചതാണെങ്കിൽ ആ ഫോണിന്റെ അനുമതിയിലൂടെ ഒരു ലിങ്ക് കിട്ടുകയല്ലേ? ഇനി ക്രൈമിന് ഒരു ഇൻഡിപെൻഡന്റ് വിറ്റ്നസ് വേണം. ജിൻസനെ കിട്ടി, ജിൻസനെ കൊണ്ടത് 164 കൊടുത്തു. പോലീസ് അങ്ങനെയാ ചെയ്തതെങ്കിൽ അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല. ഇൻവെസ്റ്റിഗേറ്റഡ് ടീമിനെ കുറിച്ച് അല്ലെങ്കിൽ പോലും എനിക്ക് ആക്ഷേപമില്ല. വ്യക്തിപരമായിട്ട് ഞാൻ പറയുകയാണ്, ആ ടീമിനെ കുറിച്ച് എനിക്ക് ആക്ഷേപമില്ല. എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ് ആയിട്ടാണ് നമ്മൾ എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കുന്നത്. ശ്രീ വിനയൻ, ആ നിലയിൽ പോലീസിൻ്റെ അന്വേഷണം സംബന്ധിച്ച് ആരും കുറ്റം പറയുന്നില്ല. ഇപ്പോൾ ആക്രമിക്കപ്പെട്ട നടിയായാലും അമ്മയായാലും എല്ലാം തന്നെയും പോലീസിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് നല്ല 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 അഭിപ്രായമാണ് പറയുന്നത്. നല്ല ഒരു മതിപ്പാണ് അവർക്കെല്ലാം ഉള്ളത്. നമ്മളിപ്പോൾ ഇൻട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ആരും പറഞ്ഞു തരുന്ന കാര്യങ്ങളല്ല, ഇതെല്ലാം അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുന്നതാണ്. അങ്ങനെ അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് നമുക്കൊരു അന്വേഷണത്തെ കൃത്യമായി യുക്തിസഹമാണ് എന്ന്, അല്ലെങ്കിൽ യുക്തിസഹമായി തന്നെയാണ് അവർ എന്ന് കാണാൻ കഴിയുമോ? സാഹചര്യ തെളിവുകൾ പല കേസുകളിലും വലിയ തെളിവായിട്ട് മാറിയിട്ടുണ്ടല്ലോ നികേഷ്. നമുക്ക് ഈ ആദ്യകാലങ്ങളിൽ ഒരു പോലീസ് ഗൂഢാലോചന, അതായത് ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ മൊഴിയിൽ വെളിയിൽ വന്നതാണ്. അവർ പറഞ്ഞിരുന്നു ഇതൊരു കൊട്ടേഷൻ ആണെന്ന് സുനിൽ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് ഈ കൊട്ടേഷൻ സംഘത്തെ പിടിച്ചില്ല, ഇയാൾ ഒതുക്കുന്നു എന്നൊരു ഡൗട്ടൊക്കെ നമുക്കുണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഗൂഢാലോചന ഇല്ലെന്ന് പറഞ്ഞു എന്നൊക്കെയുള്ള ആരോപണങ്ങളൊക്കെ വന്നതാണ്. അന്ന് പക്ഷെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഞാൻ ഇപ്പോഴാണ് അത് അറിയുന്നത്. അന്ന് ഈ കൊടുത്തിരുന്ന കുറ്റപത്രത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അതിന്റെ അന്വേഷണം നടത്തണം എന്നും അതിനകത്ത് എഴുതിയിരുന്നെന്നാണ് ഞാൻ അറിയുന്നത്. അഡ്വക്കേറ്റ് കറക്റ്റ് അറിയായിരിക്കും. പക്ഷെ അതൊരു നമ്മളിപ്പോഴേ അറിയുന്നത്. അപ്പൊ പോലീസിന് എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഈ പൾസർ സുനി എന്ന് പറയുന്ന ആള്, ഇപ്പൊ അദ്ദേഹം പറഞ്ഞ പോലെ കറക്റ്റ് ആണ്, അദ്ദേഹത്തിന് പൾസർ സുനിക്ക് ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. ആ പൈസ കിട്ടാൻ വേണ്ടി പുള്ളി വെയിറ്റ് ചെയ്തു. ചിലപ്പോൾ ഇങ്ങനൊന്നും ഈ കേസ് വരുമെന്നോ ആ കുട്ടി ഇങ്ങനെ പറയുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചില്ല. 2-3 ലക്ഷം രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ ഇത് പറഞ്ഞു വെച്ചിരുന്നത്. പക്ഷെ അതല്ല, കയ്യിൽ നിന്നൊക്കെ പോയി ലൈഫ് തന്നെ ആ ക്രിമിനലിന്റെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തി. അപ്പോൾ അയാൾ കൂടുതൽ പൈസ ചോദിക്കാതിരിക്കാം. ഇതന്നെ അങ്ങനെയൊക്കെ വരാം ഇത്. എനിവേ, ഇത്തരം ഒരു കേസിൽ നമ്മുടെ പ്രിയ സുഹൃത്തുക്കളായ ചിലരുടെ അടുത്തോട്ട് ഫോൺ ചെയ്യുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു ഒക്കെ വരുമ്പോൾ ആ സുഹൃത്തുക്കളെ പറ്റിയുള്ള നമ്മുടെ ധാരണ നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്നത് മാത്രമല്ല, നമ്മൾ ചുമ്മാതെ ഞെട്ടുക എന്ന് പറയുന്നതല്ല, അവരെ മാത്രം ഫോൺ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ ഡ്രൈവറെ ഫോൺ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് സത്യമാണെങ്കിൽ അവരുമായിട്ട് ഇതിനു മുമ്പ് ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ, ഇപ്പൊ ഫോൺ ചെയ്തത് ചിലപ്പോൾ ഇയാള് പർപ്പസ്ഫുള്ളി ഈ കാറ്റിലൊക്കെ ഇവരുടെ പേരുള്ളതുകൊണ്ടും ആകാം. പക്ഷേ അതിന് മുമ്പും ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തെളിഞ്ഞാൽ അത് നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, സാഹചര്യ തെളിവുകളുടെ അറ്റം അന്വേഷിച്ച് നമ്മുടെ പോലീസ് അതിനകത്ത് വളരെ മിടുക്കല. ഈ ഒരു കേസ് ഇങ്ങനെ തെളിയിച്ചാൽ അവർ വലിയ മിടുക്കലായിരിക്കും. നമ്മുടെയൊക്കെ സുരക്ഷ അവരുടെ കയ്യിലാണെന്ന് നമുക്ക് അന്തസ്സോടെ പറയാൻ പറ്റും. ആ നിലയിൽ തന്നെയാണ് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ അനുമാനിക്കുന്ന വിധത്തിലാണ് ഇൻവെസ്റ്റിഗേഷൻ പോകുന്നതെങ്കിൽ, ഒരുപക്ഷെ ശ്രീ വിനയൻ, ഈ കേസ് യഥാർത്ഥ പ്രതികളെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് പോലീസിൻ്റെ പ്രതിച്ഛായക്ക് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ പരിഹാസ്യരായി മാറുന്ന വിധത്തിലേക്കാണ് പോലീസ് പോവുക. തീർച്ചയായിട്ടും പോലീസിന് ഒരു ഇതുവരെയുള്ള ക്രെഡിബിലിറ്റി, അതായത് അവർ നേടിയെടുത്ത ഇപ്പോഴത്തെ ഒരു പേരൊക്കെ നഷ്ടമാകും പോലീസിന്. ഇതിന് യഥാർത്ഥ XOR ഗൂഢാലോചന ഉണ്ടെന്ന് നമ്മൾ തീരുമാനിച്ച് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഈ ഗൂഢാലോചന നടത്തിയ ആളെ കണ്ടില്ല. കാരണം ഈ പൾസർ സുനി പറഞ്ഞ കണക്ക് ആറ്റിലും തോട്ടിലും ഒക്കെ തപ്പി നടന്ന ഒരു ഉദ്ദണ്ഡന്റെ കഥ കണക്കൊരു ഒരു കോമഡി സംഭവം നമ്മൾ ആദ്യ അന്വേഷണത്തിൽ കണ്ടതാണ്. കാരണം എന്തുകൊണ്ട് ഇതുപോലൊരു ക്രിമിനലിനെ ഇന്ററോഗേറ്റ് ചെയ്ത് ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നൊരു തോന്നൽ സാധാരണക്കാരൻ ഉണ്ടാകാം. അതെന്തായിരുന്നു അന്ന് നടന്നിരിക്കട്ടെ. ഇപ്പൊ ഏതായാലും ഒരു നല്ല അഭിപ്രായമാണ്, നല്ല രീതിയിലാണ് പോകണമെന്ന് ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നു. അപ്പൊ ഇനിയും ഈ ഗൂഢാലോചന നടത്തിയ ആളെ കണ്ടെത്താതെ ഇരുട്ടിൽ തപ്പി ക്രോസ് ചെയ്താൽ അത് രാഷ്ട്രീയപരമായിട്ടും പോലീസിനും ഒക്കെ മോശം അഭിപ്രായം ഉണ്ടാകുന്നുള്ള കാര്യത്തിൽ വളരെ ചുരുക്കി ശ്രീ പല്ലിശ്ശേരി, ഈ നിലയിലൊരു മാഫിയാവൽക്കരണം സിനിമയിൽ നടന്നു കഴിഞ്ഞിട്ടുണ്ടോ? വളരെ കാലത്തെ അനുഭവ പരിചയമുള്ള സിനിമാ രംഗത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ, ആ നിലയിൽ നമ്മൾ ഈ കേൾക്കുന്ന കഥകളെല്ലാം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നതല്ല. അല്ലാതിരിക്കട്ടെ ഇതിനകത്ത് ഒരു പൾസർ സുനിയാണ് എങ്കിൽ ആ ക്രിമിനലിൻ്റെ മാത്രം ഇൻവോൾവ്മെൻറ്റ് മാത്രം ആയി ചുരുങ്ങട്ടെ എന്നാഗ്രഹിക്കുന്നവരായിരിക്കും പലർ. പക്ഷേ വ്യത്യസ്തമായ വിധത്തിൽ പോലീസ് വളരെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ നിലയിൽ സിനിമാ രംഗം ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ, മാഫിയ വൽക്കരിക്കപ്പെട്ടിട്ടുണ്ടോ?
ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഇവരുടെ എല്ലാം പേര് പറഞ്ഞുകൊണ്ടുള്ള എഴുതിയ എല്ലാ കാര്യങ്ങളുമാണ് ഇന്നേ ദിവസം വരെ സംഭവിച്ചിട്ടുള്ളത്. എനിക്ക് കിട്ടിയ അറിവുകളെല്ലാം ഇതുവരെ കറക്റ്റ് ആയിരുന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഈ നടിയുടെ പേര് പറഞ്ഞിട്ടുണ്ട്, നടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നടനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണത്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത് നേർവഴിക്ക് ഇപ്പോൾ പോകുന്ന അന്വേഷണം ആ വഴിക്ക് പോകുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. ഇനി ഇരുട്ടിൽ തപ്പരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. യഥാർത്ഥ പ്രതി രംഗത്ത് വരണം, അവരെ അറസ്റ്റ് ചെയ്യണം, ശിക്ഷിക്കണം. റൈറ്റ്, വളരെ നന്ദി ശ്രീ പല്ലിശ്ശേരി. ഒപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് ആളൂർ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, വിനയൻ, ആഷിഖ് അബു, എല്ലാവർക്കും നന്ദി. ന്യൂസ് നൈറ്റ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.